ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും സ്കോർ റെയിൽവേ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മകളെ, ഇന്ന് മുതൽ നമ്മളൊരു പുതിയ സീരീസ് ആരംഭിക്കുക. വരാനിരിക്കുന്ന കുറേയേറെ റെയിൽവേ പരീക്ഷകളില്ലേ, ഈ പറയുന്ന പരീക്ഷകൾക്കൊക്കെ തന്നെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ തയ്യാറെടുക്കേണ്ടതുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ചോദ്യങ്ങളെ ചെയ്ത് പയറ്റി മനസ്സിലാക്കി പരീക്ഷകൾക്ക് ചെന്ന് ഇരുന്ന് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും ആദ്യം എത്തണമെങ്കിൽ അത്ര നല്ലതുപോലെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിനുതകുന്നതായിട്ടുള്ള കുറേയേറെ വീഡിയോകളാണ് നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. ഇനി വീഡിയോകൾ എന്ന് പറയുമ്പോൾ കൃത്യമായും ഓരോ പരീക്ഷയെ മനസ്സിലാക്കി ആ പരീക്ഷകൾക്കുള്ളതായ പ്രാധാന്യങ്ങൾ ആ പരീക്ഷയുടെ ചോദ്യപേപ്പറുകളിലുള്ള ഓരോ ചോദ്യങ്ങളിലൂടെ മനസ്സിലാക്കി ആ ചോദ്യങ്ങൾ ഏത് ടോപ്പിക്കുകളിലാണെന്ന് മനസ്സിലാക്കി ആ ടോപ്പിക്കുകളിൽ നിന്നായി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി ആ പറയുന്ന ചോദ്യങ്ങളെ കൃത്യമായ പാറ്റേൺ അടിസ്ഥാനത്തിൽ, അതായത് ടൈപ്പായി തിരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിട്ടുള്ളൊരു വീഡിയോ. അതായത് ഈ ഓരോ വീഡിയോകൾ കാണുന്നതിലൂടെ കേവലം ടോപ്പിക്കുകൾ പഠിച്ച് മുമ്പോട്ടേക്ക് പോകുക എന്നതിനേക്കാൾ ഉപരി ഓരോ പരീക്ഷയെയും ഏറ്റവും നല്ലതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്തറിഞ്ഞ് മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങളെ വകതിരിച്ച് പഠിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ കാര്യം പിടികിട്ടിയോ? അപ്പോൾ അങ്ങനത്തെ വീഡിയോകളാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നത്. സോ ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത് ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ഒരാളെയാണ്. അപ്പോൾ ഒരു കാര്യം നമ്മുടെ ടോപ്പിക്കിന് അകത്തേക്ക് ചെല്ലുന്നതിന് മുമ്പേ പറയട്ടെ മകളെ, സാധാരണഗതിയിൽ ഒരു 20 മുതൽ 35 മാർക്ക് വരെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന ഭാഗത്തിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകാറ്. ഇനി ഈ പറയുന്നതായ 20 മുതൽ 35 വരെയുള്ള ഭാഗത്തിനകത്തുള്ള ഒരു 6 മാർക്ക് നിങ്ങൾക്ക് എവിടെ നിന്നായിരിക്കും ചോദിക്കുക? സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്ന് ചോദിക്കും. ഓക്കെയാണോ മക്കളെ? സിംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്ന സാധനം പഠിക്കാൻ വളരെയേറെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ഈ പറയുന്ന സിംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ ബേസിക്സ് അല്ലെങ്കിൽ എലമെന്ററി ആയ കാര്യങ്ങളിൽ നിന്നാണ് ഈ പറയുന്ന ചോദ്യങ്ങളെന്ന് അതിൻ്റെ അർത്ഥം. ഇവിടെ ഞാൻ പറഞ്ഞത് 6 എന്ന, പക്ഷേ മാക്സിമം 9 ചോദ്യങ്ങൾ വരെയും വരാറുണ്ട്. ഈ 100 മാർക്കിന്റെ ചോദ്യം നോക്കുമ്പോൾ 6ഉം 9ഉം എന്നൊക്കെ പറയുന്നത് വലിയ സംഖ്യകളല്ല. പക്ഷേ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ആളിനെ പരിഗണിക്കുന്നിടത്തോളം ഈ പറയുന്ന 6ഉം 9ഉം എന്നൊക്കെ പറയുന്നത് വളരെ വലിയൊരു മാർക്കാണ്. ഈ ഒരു ടോപ്പിക്ക് നോക്കിയാൽ തന്നെ 6 മുതൽ 9 കിട്ടുക എന്ന് പറഞ്ഞാൽ എന്ത് വലിയൊരു കാര്യമാണെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെയുള്ള 6 മുതൽ 9 വരെ വരുന്നതായ ഭാഗങ്ങളിൽ ഒരു 2 ചോദ്യം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ഭാഗം, അതാണ് ആരെന്ന് പറയുന്നത്, ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഈ ഫ്രാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്നിവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതൊന്നാമത്തെ കാര്യം. ഇനി 2, നമുക്ക് നിലവിൽ ഡേറ്റ്, എക്സാമിൻ്റെ ഡേറ്റ് വരാനുള്ളത് ALPക്കാണ്. അത് കഴിഞ്ഞ് നമുക്ക് JEE ഉണ്ട്, പിന്നെ ബാക്കി കുറേ പരീക്ഷകളുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇനി വരാനിരിക്കുന്നതായ റെയിൽവേ പരീക്ഷകളുടെ എല്ലാം തന്നെ ഒരു പ്രിലിമിനറി പരീക്ഷയായിട്ട് വേണം നിങ്ങൾ ആരെ കണക്കാക്കാൻ, ഈ പറയുന്ന ALP എന്ന് പറയുന്ന പരീക്ഷയെ കണക്കാക്കാൻ. ഓക്കെയാണോ? അങ്ങനെ കണക്കാക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇവനിൽ കിട്ടുന്നതായ ആ മാർക്ക് നിങ്ങൾ ഇവനിലും നിലനിർത്തും. ഓക്കെയാണോ? പഠിക്കുമ്പോൾ ഇവനിൽ നിന്ന് തുടങ്ങി നമുക്ക് അങ്ങനെ പഠിച്ചു ഇവനിലേക്ക് എത്തി, ഇവനിൽ നിന്ന് അടുത്തവനിലേക്ക് എത്തി, അങ്ങനെ എല്ലാ പരീക്ഷകളുടെ ലിസ്റ്റിൽ നമുക്ക് കയറി പറ്റണം. അതിന് ഞാൻ പറഞ്ഞു, ആദ്യം ALP എന്ന് പറയുന്ന പരീക്ഷയെ ഒരു പ്രിലിമിനറി പരീക്ഷയായിട്ട് കണക്കൂട്ടിക്കും. ഈ പറയുന്ന ബാക്കി എല്ലാ പരീക്ഷകളുടെയും പ്രിലിമിനറി ആയിട്ട് കണക്കൂട്ടിക്കും. അപ്പോൾ എത്രമേൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെയാണ് ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കേ. ഇനി നമ്മുടെ ഭാഗത്തിനകത്തേക്ക് വരാം. ഞാൻ പറഞ്ഞു ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന കാര്യമാണ്. മക്കളെ, ഒരു കാര്യം ചിന്തിച്ചോണം, നമുക്ക് വെറുതെ അങ്ങോട്ടേക്ക് ഒരു ടോപ്പിക്കിനകത്ത് കയറി അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് തന്ന് ഇത് ഇന്നതാണ്, ഇത് ഇങ്ങനെയാണ് എന്നൊക്കെ വെറുതെ പറഞ്ഞു പോകേണ്ട കാര്യമില്ല. കുറച്ചുകൂടി ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫ്രാക്ഷൻ എന്ന് പറയുന്ന ആളിൽ നിന്ന് എന്ത് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ഇനി എന്ത് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം, അതുപോലെ നിലവിൽ വന്നതായ ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും ട്രിക്കുകളുണ്ടോ, ടിപ്പുകളുണ്ടോ, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പോകണം. അതുപോലെ തന്നെ ഈ ചോദ്യങ്ങൾ ഏത് വർഷം ചോദിച്ചു, ഇത് ഏത് ഷിഫ്റ്റിൽ ചോദിച്ചു എന്നൊക്കെ കാര്യങ്ങളുണ്ടല്ലോ, ഇതെല്ലാം തീർത്തും നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അതാണ്ട് നമുക്ക് ഫ്രാക്ഷൻസിനെ വകതിരിച്ച് പഠിക്കാം. മകളെ, ഈ ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ഭാഗത്തിനകത്ത് ഞാൻ പ്രധാനമായിട്ടും ഇന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത് 6 ടൈപ്പുകളെയാണ്. എത്ര ടൈപ്പുകളെയാണ്? 6 ടൈപ്പുകളെയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 2018 ALP എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള
ഏകദേശം 9 ഷിഫ്റ്റുകൾ ഉണ്ടല്ലോ. ആ 9 ഷിഫ്റ്റുകളിൽ നിന്നായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള 30ഓളം വരുന്ന ഷിഫ്റ്റുകളുണ്ട്. അതിൽ നിന്നുള്ള 9 ഷിഫ്റ്റുകളെ ഞാൻ കൃത്യമായിട്ടും തരംതിരിച്ച് മനസ്സിലാക്കി അവിടെ നിന്നും ഏതൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന് തരംതിരിച്ച് കണ്ടുപിടിച്ചാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അവിടെ അതിൽ ആദ്യത്തെ 6 ടൈപ്പുകളിൽ ഏറ്റവും ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ആരാണെന്നറിയോ? ഡെസിമൽസ് ടു ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന കൺവേർഷൻ ആണ്. ഓക്കെ, അത് 2 ടൈപ്പ് ഉണ്ട്. നോർമൽ കൺവേർഷനും ഉണ്ട്, റെക്കറിങ് കൺവേർഷനും ഉണ്ട്. ഈ നോർമൽ കൺവേർഷൻ, റെക്കറിങ് കൺവേർഷൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ചോദ്യത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായി നിൽക്കുന്നത് എവിടെയാ? ഈ പറയുന്ന റെക്കറിങ് കൺവേർഷൻസിനകത്താണ്. ഇവിടെ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും. ഈ നോർമൽ കൺവേർഷൻസ് ആക്ച്വലി ബോർഡ് മാസ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അവിടെ ആയിരിക്കും കൂടുതൽ പ്രസക്തമായി മാറുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പഠിക്കേണ്ടത് റെക്കറിങ് കൺവേർഷൻസിനെയാണ്. ഈ ബോർഡ് മാസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ിനകത്ത് ഈ പറയുന്ന നോർമൽ കൺവേർഷൻസ് കൂടി വരുന്നുണ്ട് എന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഇനി രണ്ടാമത്തെ ടൈപ്പ് നോക്കേ. ഫ്രാക്ഷൻസുകൾ തന്നെ ഏതൊക്കെയുണ്ട്? ഈക്വൽ ഫ്രാക്ഷനുകളുണ്ട്, റെഡ്യൂസിബിൾ ഫ്രാക്ഷനുകളുണ്ട്, ടെർമിനേറ്റിംഗ് ഫ്രാക്ഷനുകളുണ്ട്. എന്താ? മൂല്യങ്ങൾ തുല്യമായി നിൽക്കുന്ന ഫ്രാക്ഷനുകളാണ് ഈക്വൽ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി എന്താ? റെഡ്യൂസിബിൾ ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? വെട്ടിച്ചെറുതാക്കാൻ പറ്റുന്ന ഫ്രാക്ഷനുകളെയാണ് റെഡ്യൂസിബിൾ എന്ന് പറയുന്നത്. ടെർമിനേറ്റിംഗ് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എൻഡ് ചെയ്യപ്പെടുന്ന ഫ്രാക്ഷനുകളെയാ എന്തെന്ന് പറയുന്നത്? എൻഡ് ചെയ്യപ്പെടുന്ന ഫ്രാക്ഷനുകളെ എന്ത് ചെയ്യുന്നത്? അതായത് ടെർമിനേറ്റ് ആകുന്ന ഫ്രാക്ഷനുകളെ എന്തെന്ന് പറയുന്നത്? നമുക്ക് ടെർമിനേറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ ഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അവന്റെ വാല്യൂസ് എൻഡ് ആകുന്നുണ്ട്. അങ്ങനെയുള്ള ഫ്രാക്ഷനുകളെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ടെർമിനേറ്റിംഗ് എന്ന് പറയാം. ഇനി നോക്കിയാൽ മൂന്നാമത്തെ ടൈപ്പ് ചോദ്യങ്ങൾ ഏതൊക്കെയാ? ലാർജ്, കുറേ ഫ്രാക്ഷൻസ് തരും, എന്നിട്ട് അതിൽ വലുതേത് ചെറുതേത് എന്നൊക്കെ ചോദിക്കും. ചിലപ്പോൾ ചോദിക്കും വലുതാര് ചെറുതാരെന്ന് കണ്ടുപിടിച്ച് അവന്മാരുടെ സം എത്രയാണെന്ന് പറയുക. അങ്ങനെയും ചോദ്യങ്ങൾ വരാം. അപ്പൊ അങ്ങനത്തെ ടൈപ്പ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇനി എന്താ വരുന്നത്? നാലാമത്തെ ടൈപ്പ് LCM HCF. എന്താ? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിളും ഹയസ്റ്റ് കോമൺ ഫാക്ടറും കണ്ടുപിടിക്കണം. ആർക്ക് വേണ്ടിയിട്ട്? ഫ്രാക്ഷൻസുകൾക്ക് വേണ്ടിയിട്ട്. ഇനി അടുത്ത ടൈപ്പ്, അഞ്ചാമത്തെ ടൈപ്പ്, ബോട്ട് മാസ് ക്വസ്റ്റ്യൻസ്. ബോട്ട് മാസ് ആക്ച്വലി ഡയറക്റ്റ് ഫ്രാക്ഷനുകളുടെ സമ്മ് കണ്ടുപിടിക്കുക എന്ന രീതിയിൽ ചോദ്യങ്ങളുണ്ട്. എന്നിരുന്നാലും കൂടുതൽ എന്ന് പറയുന്നത് മിക്സ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസാണ്. ഓക്കെ ആണോ? ഏതാ? ഫ്രാക്ഷനുകളെ കൂടി അതിനകത്തേക്ക് ഉൾപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ചോദ്യങ്ങൾ കാണിച്ചു തരാൻ ചോദ്യങ്ങളെല്ലാം. അടുത്ത സെക്ഷൻ നോക്കേടാ, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ്. ആപ്ലിക്കേഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രാക്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ ആണ്, അതെനിക്ക് മനസ്സിലാവും. പക്ഷേ കാര്യങ്ങൾ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ളത് വേറൊരു രീതിയിലാണ്. ഇപ്പോൾ ഞാൻ പിസ്സ വാങ്ങാൻ പോയി. ഒരു പിസ്സ 10 കഷ്ണമാക്കി. ഞാൻ 300 രൂപ കൊടുത്ത് വാങ്ങിയതായ പിസ്സയിൽ ആ ഒരു കഷ്ണത്തിന് എന്ത് മൂല്യമുണ്ട് എന്ന ചോദ്യം ചോദിച്ചൂടെ? അങ്ങനത്തെ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഈ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുക. ഡൗട്ട് വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇത്രയും ടൈപ്പ് ക്വസ്റ്റ്യനുകളുണ്ട് നമുക്ക് പഠിക്കാൻ. ഈ പറയുന്ന എല്ലാ ഭാഗങ്ങളെയും നമ്മൾ ഇന്ന് പഠിക്കും. ഈ ഒരൊറ്റ വീഡിയോയിലൂടെ പഠിക്കും. പക്ഷേ ഈ പറയുന്ന ചോദ്യങ്ങളിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ഭാഗത്ത് ഇത്രയും കാര്യങ്ങളെ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ എന്ത് ചെയ്യണം? കുറച്ച് കാണാതെ പഠിച്ചു വെക്കണം. കാണാതെ പഠിക്കുകയല്ല, വ്യത്യാസം മനസ്സിലാക്കി പഠിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു 10ഓ 15ഓ വട്ടം ഓരോ ചോദ്യങ്ങളിലായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യം വരുത്തില്ലേ? അതോടുകൂടി തന്നെത്താനെ മൈൻഡിലേക്ക് ഫീഡ് ആയിക്കോളും. എന്നിരുന്നാലും ഞാൻ ആദ്യമേ ഓരോരുത്തരെ പരിചയപ്പെടുത്താം. ഓരോന്നിലും ആർക്കാണ് പ്രാധാന്യം എന്ന് പറയും. ഇവിടെ പെർസെൻറ്റേജ് ആയിട്ടും കൺവേർട്ട് ചെയ്യുന്നുണ്ട്, ഡെസിമൽ ആയിട്ടും കൺവേർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് 3/4 ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. മകളെ ആദ്യം പെർസെൻറ്റേജ് വാല്യൂ പറ. 3/4 എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജാ? 75%. 1/2 എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജാ? 50%. 1/3 ആരാ? 33 and 1/3%. ഇവൻ ഇമ്പോർട്ടൻസ് ഉണ്ട്, നോക്കി വെച്ചേക്കണം കേട്ടോ. 1/3 എന്ന് പറയുന്ന ആളാരാ? 33 and 1/3%. ഇനി 1/4 ആരാ? 25%. 1/5 ആരാ? 20%. 1/6 ആരാ? ഇതിനും പ്രസക്തമായ സ്ഥാനമുണ്ട് നമ്മുടെ ചോദ്യങ്ങളിൽ. 16 and 2/3% ആണ് 1/6 എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഒന്നുകൂടെ 3/4 75, 1/2 50, 1/3 ആണെങ്കിൽ 33 and 1/3%, 1/4 ആണെങ്കിൽ 25%, 1/5 ആണെങ്കിൽ 20%, 1/6 ആണെങ്കിൽ 16 and 2/3%. ഓക്കെ ആണോ? ഇനി എന്താണ്? 1/7 പഠിക്കാം. മക്കളെ 1/7 എന്ന് പറയുന്നിടത്ത് 14 and 2/7 ഇവനും പ്രയോറിറ്റി ഉണ്ട് കേട്ടോ. 14 and 2/7%നെയാണ് 1/7 എന്ന് പറയുക. ഇനി നോക്കേ, 1/8 ആരാ? 1/8 എന്ന് പറഞ്ഞാൽ 12.5%. 12 and 1/2% ആണ് ആര്? 12 and 1/2% ആണ് ആര്? 12 and 1/2% ആണ് 1/8. ഇനി 1/9 നോക്കേ. 1/9 എന്ന് പറഞ്ഞാൽ 11 and 1/9%. എന്താ പറയാ? 11 and 1/9
1/9%. 11 and 1/9% ആണ് 1/9. ഇനി 1/10 ആരാ? 1/10 എന്ന് പറഞ്ഞാൽ 10% ആണ്. 1/10 എന്ന് പറഞ്ഞാൽ 10% ആണ്. 1/11 ആരാന്ന് നോക്കേ? 9 and 1/11% ആണ് ആര്? 9 and 1/11% ആണ് ആര്? 1/11. ഇനി 1/12 നോക്കേ? 8 and 1/3% ആണ് ആര്? 1/12. 1/12 ആരാണ്? 8 and 1/3%. ഈ കൂട്ടത്തിൽ പ്രധാനികളെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1/3 എന്ന് പറഞ്ഞാൽ 33 and 1/3%. 1/6 എന്ന് പറഞ്ഞാൽ 16 and 2/3%. 1/7 എന്ന് പറഞ്ഞാൽ 14 and 2/7%. 1/9 എന്ന് പറയുന്നത് 1/8 ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. പക്ഷേ കുറച്ചുകൂടി പ്രയോറിറ്റി ഞാനിങ്ങ് 1/9ലേക്കും 1/11ലേക്കും 1/12ലേക്കും കൊടുക്കുന്നത്. 1/9 ആരാടാ? 1/9 എന്ന് പറഞ്ഞാൽ 11 and 1/9%. 1/11 ആരാ? 9 and 1/11%. 1/12 ആരാ? 8 and 1/3%. ഇവന്മാരെ ഒന്ന് നോക്കി വെച്ചേക്കുക. ഇനി നമുക്ക് ഫ്രാക്ഷൻസുകളെ പഠിക്കാം. മക്കളെ, ഫ്രാക്ഷൻസുകൾ വരുമ്പോൾ എന്താ വരിക? 3/4 എന്ന് പറഞ്ഞാൽ 0.75. 0.75. 1/2 ആണെങ്കിലോ 0.5. 1/2 ആരാ? 0.5. 1/3 നോക്കേടാ, 0.3333 എന്ന് പോവുക. ഇവൻ എന്താണെന്ന് പറയുക? ഇവൻ റെക്കർ ചെയ്യുന്ന ആളാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. 1/3 റെക്കർ ചെയ്യുന്ന ആളാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. 1/3 എന്ന് പറയുന്ന ആള് റെക്കർ ചെയ്യുന്ന ആളാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. മക്കളെ, റെക്കർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? എൻഡ് ചെയ്യുന്നില്ല, ഏതോ ഒരു നമ്പർ റിപ്പീറ്റ് ചെയ്തു പോകുന്നു, ഏതോ നമ്പറുകളൊക്കെ റിപ്പീറ്റ് ചെയ്തു പോകുന്നു, എൻഡ് ചെയ്യുന്നില്ല. 0.33333 എന്ന് പൊക്കോണ്ടിരിക്കുക. ഇനി ആരാ നോക്കേ? 1/4 എന്ന് പറഞ്ഞാൽ 0.25. 1/4 ആരാടാ? 0.25. 1/5 ആരാ? 10% ആണെന്ന് പറഞ്ഞു. 1/5 എന്ന് പറഞ്ഞത് 20% ആണ്. 0.20 എന്ന് വരും. ഓക്കെ ആണോ? 1/6 ഇവൻ ഇമ്പോർട്ടന്റ് ആണ്. 1/6ന്റെ പ്രത്യേകത എന്താന്ന് നോക്കേ? 1/6 എന്ത് ചെയ്യുന്നില്ല? എൻഡ് ചെയ്യുന്നില്ല. ഇവൻ ടെർമിനേറ്റ് ആകുന്നുണ്ടോ? ഇല്ല. ഇവനും ആരാണ്? റെക്കറിംഗ് ആയിട്ടുള്ള ആളാണ് എന്ന് മനസ്സിലാക്കിക്കോ. ഇവനും ആരാ? റെക്കറിംഗ് ആയിട്ടുള്ള ആളാണ് എന്ന് മനസ്സിലാക്കി വെച്ചോ. ഇനി എന്താ പറയാൻ പോകുന്നേ? ഇനി 1/7ലേക്ക് വാ. 1/7 എന്ന് പറയുന്നത് നമ്മൾ ഡെസിമലിൽ എഴുതിയാൽ കുറച്ച് വലുതാ. എന്നിരുന്നാലും 14 and 2/7% ഓർമ്മയിലുണ്ട്. ഇവനും എന്താണെന്ന് ഓർത്തു വെക്കുക? ഇവനും ഒരു റെക്കറിംഗ് ആയ ആളാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ആരും റെക്കറിംഗ് 1/7 എന്ന് പറയുന്ന ആളും റെക്കറിംഗ് ആണ്. 1/7 എത്ര പെർസെൻറ്റേജ്? 14 and 2/7%. ഇനി എന്താ വരണ്ടേ? 1/8നകത്തേക്ക് വാ. 1/8 എന്ന് പറഞ്ഞാൽ 12.5 എന്ന് പറഞ്ഞില്ലേ? 0.125 എന്ന് വരും. 0.125. അപ്പൊ 12.5% വരും. 0.125 വരും. 1/9ന്റെ കാര്യം, ഇവൻ ഇമ്പോർട്ടന്റ് ആണ്. ഇവനും എന്താ മക്കളെ? റെക്കറിംഗ് ആയ ആളാണ് ഇവൻ. ഇവനും ആരാണ്? റെക്കറിംഗ് ആയ ആളാണ് ഇവൻ. ആരാ ഇവൻ? എത്ര പെർസെൻറ്റേജ്? 11 and 1/9% ആണ് 1/9. ഇവന്റെ വാല്യൂ എങ്ങനെയാ? 0.111111 ഇങ്ങനെ കൊണ്ടേയിരിക്കും. ഇനി ആരെ നോക്കാം? 1/10നെ നോക്കടാ. 1/10 എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വരിക? 10% ആണ്. 0.1 ആണ് അവന്റെ വാല്യൂ. ആരാടാ അവൻ? 0.1 എന്ന് വരും. ആര് വരും? 0.1. ഇനി അടുത്തത് 1/11. ഇവനും എന്താണ് മക്കളെ? റെക്കറിംഗ് സ്വഭാവം കാണിക്കുന്ന ആളാണ് എന്ന് ആദ്യമേ മനസ്സിലാക്കിക്കോ. ഇവനും ആരാണ്? റെക്കറിംഗ് സ്വഭാവം കാണിക്കുന്ന ആളാണ്. ഇവന്റെ പെർസെൻറ്റേജ് എത്രയാ? 9 and 1/11%. ഇവന്റെ ഡെസിമൽ എന്താ? 0.090909 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആര്? 1/11 എന്ന് പറയുന്ന ആള്. ഇനി 1/12നകത്തേക്ക് വാ. 1/12 ആരാണ്? 1/12 റെക്കറിംഗ് സ്വഭാവം കാണിക്കുന്ന ആളാണ്. അപ്പോ 8 and 1/3% ആണ് 1/12 എന്ന് പറയുന്ന ഫ്രാക്ഷൻ. ഇനി എന്താ പറഞ്ഞേ? ഇവന്റെ വാല്യൂ, ഡെസിമൽ വാല്യൂ 0.83333 എന്നിങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. ഇവിടെ ആക്ച്വലി ആ ഡെസിമൽ വാല്യൂസിനല്ല പ്രാധാന്യം. ഞാൻ എഴുതിയിരിക്കുന്ന റെക്കറിംഗ് എന്ന് പറയുന്നതായ സ്വഭാവത്തിനാണ് പ്രാധാന്യം. ആരൊക്കെ റെക്കറിംഗ്? 1/3 റെക്കറിംഗ്, 1/6 റെക്കറിംഗ്, 1/9 റെക്കറിംഗ്, 1/11 റെക്കറിംഗ്, 1/12 റെക്കറിംഗ്. ഇവന്മാരുടെ മൾട്ടിപ്പിൾസ് ആയ ആളുകളും റെക്കറിംഗ് ആയിട്ട് വരും. അതായത് ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഫ്രാക്ഷൻ എടുത്തു, ആ ഫ്രാക്ഷനിന്റെ ഡിനോമിനേറ്ററിനകത്ത് ശ്രദ്ധിച്ചോണം, ഏതോ ഒരു ഫ്രാക്ഷൻ എടുത്തു,
ആ ഫ്രാക്ഷനിൻ്റെ ഡിനോമിനേറ്ററിനകത്ത് എന്തുണ്ട്? 3 ഉണ്ട്, അല്ലെങ്കിൽ അവിടെ 6 ഉണ്ട്, അല്ലെങ്കിൽ അവിടെ 7 ഉണ്ട്, അല്ലെങ്കിൽ അവിടെ 9 ഉണ്ട്, അല്ലെങ്കിൽ അവിടെ 11 ഉണ്ട്, 12 ഉണ്ട് എന്നിങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഡിനോമിനേറ്ററായ ആളുകളെ ഏതോ ആളുകളൊക്കെ തന്നേക്കുന്നത്, അവന്മാരുടെ ഫാക്ടറുകളായിട്ട് ഇവന്മാരാരെങ്കിലും വരുന്നുണ്ടെങ്കിൽ, ഇവന്മാർ ക്യാൻസലായി പോകാതെ അവിടെ ഇനിയും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവനും എന്തായി മാറും? റെക്കറിംഗ് ആയി തന്നെ നിലനിൽക്കും. എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. പറഞ്ഞുതരാം മക്കളെ. ഇപ്പോൾ ഞാൻ എടുക്കുകയാ 7/8 എന്ന് പറഞ്ഞു. എന്താ പറയുക? 7/8. ആക്ച്വലി 1/8 എന്ന് പറയുന്നത് ടെർമിനേറ്റിംഗ് ആയിട്ടുള്ള ആളായതുകൊണ്ട് കുഴപ്പമില്ല, ഇവൻ എൻഡ് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇതേ ചോദ്യം ഞാൻ പറയുകയാണ് 7/56 എന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് തരിക. അപ്പോൾ അറിയാം 56ന്റെ ഫാക്ടറുകളായ ആളുകളിൽ ആരുണ്ട്? 8 ഉണ്ട്, 7 ഉണ്ട്. ശരിയാണോ? അപ്പോൾ 7 ഗുണം 8 എനിക്ക് എങ്ങനെ എഴുതാം? 7 ഗുണം 8 എനിക്ക് എങ്ങനെ എഴുതാം? 56 എന്ന് എഴുതാം. മുകളിൽ 7 ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കേടാ, മുകളിലുള്ള 7ഉം താഴെയുള്ള 7ഉം വെട്ടിപ്പോയി. ഇനി ഇവിടെ ആരുണ്ട്? 1/8 മാത്രമേ ഉള്ളൂ. 1/8 ടെർമിനേറ്റിംഗ് ആയവനാണല്ലോ, ഇവൻ റെക്കറിംഗ് ആണോ? അല്ല. ഇനി എന്താ ഉദ്ദേശിച്ചേ? അങ്ങനെയെങ്കിൽ ഞാൻ ഇവിടെ എഴുതുന്നത് എന്താ? 8/56 എന്നാണെങ്കിലോ മക്കളെ, ഇതാണ് ഞാൻ പറഞ്ഞ ചോദ്യം. എന്താ വരിക? 8 മുകളിൽ കിടന്നോട്ടെ, 56നെ എനിക്ക് എന്തെന്ന് എഴുതാം? 7 ഗുണം 8 എന്ന് എഴുതാം. ഈ 8ഉം വെട്ടിപ്പോവും. ശരിയല്ലേ? അവിടെ 1/7 എന്ന് പറയുന്നത് അവിടെ തുടരും. 1/7ന്റെ സ്വഭാവം റെക്കറിംഗ് സ്വഭാവമാണ്. അതിനർത്ഥം 8/56 എന്താണ്? റെക്കറിംഗ് ആണ്. പറഞ്ഞത് മനസ്സിലായോ? 1/7 റെക്കറിംഗ് ആയതുകൊണ്ട് 8/56 റെക്കറിംഗ് ആ. കാരണം 7 എന്ന് പറയുന്ന ആൾ വെട്ടിപ്പോകാതെ അവിടെ തുടരുന്നുണ്ട് എന്ന കാരണം കൊണ്ട് റെക്കറിംഗ് ആ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു വാല്യൂകൾ മുഴുവനായിട്ടും മനസ്സിലേക്ക് പകർത്തുക. ഡെസിമൽ റെക്കറിംഗ് ആയവന്മാരുടെ പഠിക്കണമെന്ന് ഞാൻ പറയത്തില്ല, ബാക്കിയുള്ളവരുടേത് മാത്രം പഠിച്ചാൽ മതി. റെക്കറിംഗ് ആയവൻ റെക്കറിംഗ് ആണെന്ന് തിരിച്ചറിയാൻ പഠിക്കുക എന്നത് മാത്രമാണ് ഇവിടുത്തെ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി നമുക്ക് ഓരോരോ ചോദ്യങ്ങൾ എന്ന രീതിയിലേക്ക് കടന്നു പോകാം. നോക്കിയടാ, ടൈപ്പ് 1 നോർമൽ കൺവേർഷൻസ്. ഇവിടെ എന്താ പഠിക്കേണ്ടതെന്ന് അറിയാവോ? സാധാരണ കാര്യം തന്നെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. ഞാനിപ്പോൾ എഴുതുക 0.53 എന്ന് എഴുതി. ഓക്കെ ആണോ? 0.53 എന്ന് എഴുതി. ഇത് ഉദ്ദേശിക്കുന്നത് എന്താ? ഇത് ഉദ്ദേശിക്കുന്നത് ആദ്യമേ 53 എന്ന് എഴുതുക. എത്ര സ്ഥാനം മാറ്റിയാ കുത്തിട്ടേക്കുന്നേ? അത്രയും പൂജ്യങ്ങളെ എഴുതുക ഡിനോമിനേറ്ററിൽ. അവശേഷിക്കുന്നിടത്ത് ആരെ കൊടുക്കുക? 1 എന്ന് കൊടുക്കുക. അതായത് 53/100നെയാണ് 0.53 എന്ന് എഴുതുന്നത്. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി അടുത്തത് ഞാൻ എഴുതുകയാണ് 6.53 എന്നാ എഴുതിയത് എന്ന് വിചാരിക്കുക. ഇവിടെ എന്താ എഴുതുക? 653 എന്താന്ന് എഴുതൂടാ? എത്ര സ്ഥാനം മാറ്റിയാ കുത്തിട്ടേക്കുന്നത്? 2 സ്ഥാനം മാറ്റിയാ കുത്തിട്ടേക്കുന്നത്. അതുകൊണ്ട് 100 എന്ന് എഴുതും. കണ്ടോ? ഈ രീതി നമുക്കറിയാലോ. ഈ സെയിം സാധനം തന്നെ അവിടെ. ഇനി വേറൊരു കാര്യം കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് തരാം. ഈ 6.53 എന്ന് പറയുന്നിടത്ത് 6 + 0.53 എന്നാണ് ഈ പറയുന്ന എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. 6.53 എന്നതുകൊണ്ട് പറയുന്നത് എന്ന് മനസ്സിലാക്കണം. 6 എന്തെന്ന് എഴുതുക? 0.53 എന്ന് എഴുതുക. ഇവനെ എനിക്കിനി എങ്ങനെ എഴുതാം? 6+53 ഇതും ഇത് കണ്ടോ? ഇത് രണ്ടും ഒന്ന് തന്നെ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിനെയാണ് ഞാൻ എങ്ങനെ മാറ്റുക? ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ നടത്തിയതായി തിരിച്ച് ഇതിലേക്ക് തന്നെ വരും. ഓക്കെ ആണോ? നോർമൽ കൺവേർഷൻസ് ഇതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാനൊരു 2-3 എക്സാമ്പിൾ കണക്കോലെ കുറച്ച് ചോദ്യങ്ങൾ വെക്കുക. 3 ചോദ്യങ്ങളെ ഞാൻ ഒന്നിച്ചങ്ങ് തരാം. 3 അല്ല 4 എണ്ണം ഇരിക്കട്ടെ. 4 പേരെയും കൂടെ ഞാൻ എന്ത് ചെയ്യുക? ഒന്നിച്ചു തരിക. മക്കളെ 603 0.603 എന്ന് പറയുമ്പോൾ എങ്ങനെ വരും ഇവിടെ? 603 എത്ര സ്ഥാനം മാറ്റിയാ കുത്തിട്ടേക്കുന്നത്? 3 സ്ഥാനം മാറ്റി. അപ്പോൾ താഴെ 1000 വരും. ഇനി എന്താ ഉള്ളത്? 2 0.002 എന്നാ കിടക്കുന്നത്. എത്ര സ്ഥാനം മാറ്റിയാ കുത്തിട്ടേക്കുന്നത്? 2 ആണോ 3 ആണോ? 3 സ്ഥാനം മാറ്റി. അപ്പൊ 2/1000 എന്ന് വരും. ഇവിടെ നോക്കിയാൽ എത്ര സ്ഥാനം മാറ്റിയാ കുത്തിട്ടേക്കുന്നത്? 2 സ്ഥാനം മാറ്റിയാ കുത്തിട്ടേക്കുന്നത്. ശരിയല്ലേ? അപ്പൊ എങ്ങനെ വരും? 188/100 എന്ന് വരും. ഇവിടെ നോക്കിയാൽ എത്ര സ്ഥാനം മാറ്റിയാ? 2 സ്ഥാനം മാറ്റിയാ കുത്തിട്ടേക്കുന്നത്. അപ്പൊ 95 ആണോടാ? ഇവിടെ 2 ആണോ? അല്ല, 1 സ്ഥാനം മാത്രമേ ഉള്ളൂ. അപ്പൊ 95/10.
ഈ 3 കാര്യങ്ങളും എഴുതാൻ കൃത്യമായിട്ട് അറിയാമല്ലോ. ഇതും 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 അറിയാമല്ലോ. ഇനി നമുക്ക് ബേസിക് ആയിട്ട് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ ഇവിടെ കണക്ട് ചെയ്ത് തരാം. മക്കളെ, ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഉണ്ട്. അതിൽ നമ്മൾ ഇത്രയും നേരവും സംസാരിച്ചു കൊണ്ടിരുന്ന ആളാരാണ്? പ്രോപ്പർ ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ആളുകളാണ്. അതായത് ഈ കൂട്ടത്തിനകത്ത് പ്രോപ്പർ ഫ്രാക്ഷനുകളായിട്ടുള്ള ആളുകളാണ് വരുന്നത്. എല്ലാവരും പ്രോപ്പർ ആണോ? അല്ല. പ്രോപ്പർ അല്ലാത്ത 2 പേരെ കൂടി എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ ഇവിടെ ചേർത്തിട്ടുണ്ട്. 1.88 9.5. ഇതാരാ? ആ ടൈപ്പാണ് പറയാനുള്ളത് ഇംപ്രോപ്പർ. ഓക്കെ, അപ്പോ ഞാൻ എന്തിനിത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ആരാണ് പ്രോപ്പർ എന്നും ആരാണ് ഇംപ്രോപ്പർ എന്നും നിങ്ങൾക്ക് തിരിച്ചറിയണ്ടേ. പ്രോപ്പർ ഫ്രാക്ഷനുകൾ എന്ന് പറഞ്ഞാൽ ഒന്നിനേക്കാൾ ചെറുതായ ആളുകളാണ്. ആരേക്കാൾ ചെറുതാ? ഒന്നിനേക്കാൾ ചെറുതായ ആളുകളെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പ്രോപ്പർ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി ഒന്നിനേക്കാൾ വലുതായ ഫ്രാക്ഷനുകളെ വിളിക്കുന്ന പേരാ ഏതെന്ന് പറയുന്നത്? ഒന്നിനേക്കാൾ വലുതായ ഫ്രാക്ഷനുകളെ വിളിക്കുന്ന പേരാ ഏതെന്ന് പറയുന്നത്? ഇംപ്രോപ്പർ എന്ന് പറയുന്നത്. ഇക്കൂട്ടത്തിൽ ഒന്നിനേക്കാൾ വലിയ മൂല്യങ്ങളുള്ള ആളുകൾ 1.88 9.5. ഇവർ 2 പേരും ഗ്രേറ്റർ ദാൻ 1 ആകുന്ന വാല്യൂസാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ അധികം ഒരു കാര്യം പഠിച്ചു വെച്ചിരിക്കണം. ഈ ഇംപ്രോപ്പർ ആകുന്ന ആളുകളെ എനിക്ക് റെപ്രസെന്റ് ചെയ്യാൻ മറ്റൊരു രീതി കൂടിയുണ്ട്. അതിനെ വിളിക്കുന്ന പേരെന്താ? മിക്സ്ഡ് ഫ്രാക്ഷൻസ് എന്ന് പറയും. ഇംപ്രോപ്പർ ആയിട്ടുള്ള ഫ്രാക്ഷനുകളെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയാണ് മിക്സ്ഡ് ഫ്രാക്ഷൻസ് എന്ന് പറയും. ഓക്കെ ആണോ? ഇതെങ്ങനെ റെപ്രസെന്റ് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്നവനെ ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ ബൈ ഡിവൈസർ എന്നുള്ളത് കൂടി ചേർത്ത് എഴുതുക. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. 1.88 എന്ന് പറയുന്ന ഒരാളെ ഞാൻ എടുത്തു എന്ന് വിചാരിക്കും. ഇവനെ എനിക്ക് എങ്ങനെ എഴുതാം? 1 + 0.88 എന്ന് എഴുതാമല്ലോ. ഇവനെ ഞാൻ എങ്ങനെ എഴുതും? 1 + 88 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതാമല്ലോ. ഇവനെ എനിക്ക് എങ്ങനെ എഴുതാം? 1 + 88 ബൈ 100നെ വെട്ടിച്ചെറുതാക്കണമെങ്കിൽ വെട്ടിച്ചെറുതാക്കാം. അല്ല എങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? ഇവനെ 88 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതുന്നത് തെറ്റുണ്ടോ? 188 ബൈ 100. ഇവനെ വെട്ടിച്ചെറുതാക്കാം വേണമെങ്കിൽ. 88നെ എനിക്ക് വേണമെങ്കിൽ 4 വെച്ച് വെട്ടാന്ന് വിചാരിച്ചു. ഇത് എത്ര വരും ഇവിടെ? 22 ഡിവൈഡഡ് ബൈ 100 എത്രയായി മാറും? 4 കൊണ്ടാണേ വെട്ടുന്നത്. 4 കൊണ്ടാണേ വെട്ടുന്നത്. ഇത് എത്ര കൂടെ? 25 എന്നോ. അതിന് പകരം 88 ബൈ 100ന് പകരം ഞാൻ അപ്പോൾ ഇവിടെ എത്ര എഴുതും? 22 ഡിവൈഡഡ് ബൈ 25 എന്ന് എഴുതും. ശരിയാണോ? അപ്പൊ 122 ബൈ 25. ഇതാണ് ഇതിന്റെ മിക്സഡ് ഫ്രാക്ഷന്റെ രൂപം. ശരി. അപ്പൊ 1.88 എന്ന് പറയുന്ന ആളിനെ 1 + 0.88 എന്ന് എഴുതാം. അതിനെ എനിക്ക് 1 + 0.88നെ എനിക്ക് 88 ബൈ 100 എന്ന് എഴുതാം. വെട്ടിച്ചെറുതാക്കിയാൽ 22 ബൈ 25 വരും. അതിനെ എല്ലാം കൂടെ ചേർത്ത് 1 പിന്നെ 22 ബൈ 25. ശരിയാണോ? 122 ബൈ 25. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്നേ അങ്ങ് എഴുതാം. എങ്ങനെ വരും ഇവിടെ? ഇവിടെ നിന്നാണെങ്കിൽ 188 ബൈ 100. വെട്ടിച്ചെറുതാക്കാൻ ഈ ഫ്രാക്ഷൻസിന്റെ കാര്യം മാത്രം വെട്ടിച്ചെറുതാക്കുന്നത് പരിഗണിച്ചാൽ മതി. ആൻസർ എത്ര വരും? 4 കൊണ്ട് ഈ ഫ്രാക്ഷനുകളെ മുകളിലും താഴെയും വെട്ടാൻ പറ്റുമെന്ന് മനസ്സിലായതുകൊണ്ട് 22 ബൈ 25. 122 ബൈ 25. ആക്ച്വലി ആ രീതി ഞാൻ കാണിച്ചതേ ഉള്ളൂ. ശരിക്കും ഇത്രയും തന്നെ ചെയ്താൽ തന്നെ ഉത്തരത്തിനകത്തേക്ക് എത്താം. ശരിയാണോ? ഇനി ഇവന്റെ എല്ലാം പ്രത്യേകത എന്താ? 1നേക്കാൾ വലുതാണ് ഇവന്മാർ. അതുകൊണ്ടാണ് മിക്സഡ് ഫ്രാക്ഷന്റെ രൂപത്തിൽ എനിക്ക് എഴുതാൻ പറ്റുന്നത്. പ്രോപ്പറുകളെ അങ്ങനെ എഴുതാനുള്ള അവസരങ്ങളില്ല. എങ്കിൽ ഞാൻ ചോദിക്കുക, ഇപ്പോൾ റാൻഡം ആയിട്ടൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുക. എൻ്റെ കയ്യിൽ 45 ഡിവൈഡഡ് ബൈ 7 കിടപ്പുണ്ട്. ഇവനെ മിക്സ്ഡ് ഫ്രാക്ഷന്റെ രൂപത്തിൽ ഒന്ന് റെപ്രസെന്റ് ചെയ്ത് കാണിക്കാമോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ എന്തായിരിക്കും? എങ്ങനെയായിരിക്കും? ആരാ ഞാൻ തന്ന ആള്? 45 ഡിവൈഡഡ് ബൈ 7. 45 ഡിവൈഡഡ് ബൈ 7നെ ഞാൻ എന്ത് ചെയ്യണം? 45 ഡിവൈഡഡ് ബൈ 7. 7 6 42 വരും. റിമൈൻഡർ എത്രയാ വരിക? റിമൈൻഡർ എന്ന് പറയുന്നത് എത്ര വരും ഇവിടെ? 3 വരും. ഓക്കെ ആണോ? അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇതിന്റെ ഉത്തരം എഴുതാൻ 45 ബൈ 7ന്റെ കോഷ്യന്റ് ആദ്യം എഴുതുക. കോഷ്യന്റ് എത്ര? 6. ഓക്കെ. ഇനി എന്ത് ചെയ്യുക? റിമൈൻഡർ ബൈ ഡിവൈസർ. റിമൈൻഡർ എത്രയാ? 3. ഡിവൈസർ എത്രയാ? 7. സോ 6 ആൻഡ് 3 ബൈ 7 ആണ് എന്തെന്ന് പറയുന്നത് 45 ബൈ 7ന്റെ മിക്സ്ഡ് ഫ്രാക്ഷന്റെ രൂപം. ഇതെല്ലാവർക്കും ഇതേപോലെ. ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ റിമൈൻഡർ കൃത്യമായിട്ടും എത്ര വരുന്നുണ്ട് എന്നൊന്ന് അറിയണം എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ എഴുതുകയാ 133 ഡിവൈഡഡ് ബൈ 11. എന്താ ഞാൻ എഴുതിയേ? 133 ഡിവൈഡഡ് ബൈ 11. എനിക്കറിയാം 11 ഗുണം 11 എന്ന് പറഞ്ഞാൽ 121.
അത് കഴിഞ്ഞ് ഒന്നും കൂടെ വരുന്നുണ്ട്. അപ്പൊ എത്ര വരും? 11 ഗുണം 12 എന്ന് പറയുന്നത് എത്രയാ മക്കളെ? 132 വരുന്നത്. അപ്പൊ എനിക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയണം എന്നുള്ളതാണ് മസ്റ്റ്. അപ്പൊ 12 തവണ 11 എഴുതിയാൽ 132 വരും. അതിനേക്കാൾ 1 കൂടുതലാണ് 133. അപ്പൊ എത്ര തവണ എഴുതിയേ? 11 കൊണ്ടായപ്പോ 12 തവണ എഴുതി. റിമൈൻഡർ എത്രയാ വരുന്നത്? 1 കൂടുതലാണ്. ഡിവൈഡഡ് ബൈ എത്ര വരും? 11 വരും. ഇത് ഇങ്ങനെ എഴുതുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും എഴുതാം. എങ്ങനെ എഴുതാം? 133 എന്ന് പറയുന്നവനെ ആക്ച്വലി 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻസർ എത്ര വരുന്നു? 1. 13നകത്ത് ഒരു തവണ 11, ബാലൻസ് 23. എത്ര തവണ? 2 തവണ. അപ്പൊ എത്ര വരും? 22. റിമൈൻഡർ 1. ശരിയാണോ? അപ്പൊ എന്തെഴുതി? താണ്ടെ കോഷ്യന്റ് ആകുന്ന 12 എന്ന് പറയുന്ന ആളിനെ എഴുതി, റിമൈൻഡർ ആകുന്ന 1നെ ഇവിടെ എഴുതി, ഇവിടെ താഴെ ആരെ എഴുതി? ഡിവൈസർ ആകുന്ന 11നെ എഴുതി. ശരിയാണോ? അപ്പൊ ബേസിക് ഫോർമാറ്റ് എന്താ? കോഷ്യന്റ് എഴുതുന്നു, റിമൈൻഡർ ഡിവൈഡഡ് ബൈ ഡിവൈസർ എന്ന് എഴുതുന്നു. ഇതാണ് മിക്സഡ് ഫ്രാക്ഷന്റെ ഫോർമാറ്റ്. ഡൗട്ട് ഇല്ലല്ലോ? ഈ ഒരു കാര്യം മനസ്സിലായേ? അപ്പോ ഇവിടെ നിന്ന് നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് നമ്മൾ കടക്കുകയാ. എന്താ? റെക്കറിംഗ് എന്ന് പറയുന്ന ആള് ആരാടാ? റെക്കറിംഗ് എന്ന് പറയുന്ന ആള്. റെക്കറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നത് തന്നെയാണ് ഈ ആളിനെ. 1/3 എന്ന് പറയുന്ന ആളിനെ എനിക്ക് എങ്ങനെ എഴുതാം? 0.333 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ഡെസിമൽ. ഇവൻ ആരാ? റെക്കറിംഗ് ആയ ഒരു നമ്പറാ. അടുത്തത് വേണമെങ്കിൽ പറയാം 1/6 എന്ന് പറയുന്ന ആളിനെ. ഇവൻ 16 2/3 എന്നാന്നല്ലേ നമ്മൾ പഠിച്ച അവന്റെ എന്താ പെർസെൻറ്റേജ്. ആ ആൾ എങ്ങനെയായിരുന്നേ? 0.1666 എന്നിങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കും. ഇനി ഞാൻ പറഞ്ഞായിരുന്നു 1/7 എന്ന് പറയുന്നത് 0.14 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും. 1 4 2 5 8 7 എന്നൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ആ 1 4 2 5 8 7 എന്ന് പറയുന്ന വാല്യൂ പിന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. അത് ആ ഒരു ചെയിൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് എൻഡ് ചെയ്യാത്തതായ ആളുകൾ, അങ്ങനെയുള്ള ഫ്രാക്ഷൻസ്. ഇനി പറഞ്ഞത് ആരെയായിരുന്നു? 1/9 എന്തായിരുന്നു അതിന്റെ വാല്യൂ? 0.1111 ഇങ്ങനെ പൊക്കൊണ്ടിരിക്കും. അടുത്തത് 1/11ന്റെ വാല്യൂ എന്തായിരുന്നു? 0.0909 ഇങ്ങനെ പൊക്കൊണ്ടിരിക്കും. ഇനി ആരുടെ കാര്യം നമ്മൾ പറഞ്ഞ? 1/12ന്റെ കാര്യം പറഞ്ഞു. 0.8 അത് കഴിഞ്ഞ് 3 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മക്കളെ, ഇവന്മാരെല്ലാവരും തന്നെയാണ് എന്തെന്ന് പറയുന്നത്? റെക്കറിങ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. ആക്ച്വലി ഇവിടെ ഫ്രാക്ഷൻ തന്നിട്ട് അവന്റെ ഡെസിമൽ ഫോമിലേക്ക് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി അങ്ങ് ഡിവൈഡ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പറയുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് ശരി. പക്ഷേ നമുക്ക് തരുന്നത് ഈ ഒരു ഫോർമാറ്റ് ആണെങ്കിലോ, അതായത് ഡെസിമൽ തന്നിട്ട് അതിനെ ഫ്രാക്ഷൻ ആക്കി മാറ്റാൻ പറയുകയാണെങ്കിലോ, അപ്പൊ നമുക്ക് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നും. പക്ഷെ ഇതിനെ വളരെ സിമ്പിളായിട്ട് എഴുതാം. ഞാൻ പറയുന്ന ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എന്താ? ഇപ്പോ ഇവിടെ ആലോചിക്കുക, ഡിനോമിനേറ്റർ ആര് വരണം എന്നുള്ളത് മാത്രം പറയാം. ബാക്കി ഞാൻ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. മക്കളെ, ഡിനോമിനേറ്റർ ആയി വരേണ്ടതായ ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ അവിടെ ഒരു കാര്യം, ഒരു ട്രിക്ക് നമുക്ക് പറയാനുണ്ട്. ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്താൽ, എന്താ ഞാൻ പറഞ്ഞേ? ഏതെങ്കിലും ഒരു സംഖ്യ റിപ്പീറ്റ് ചെയ്യുന്നു എങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കണം? റിപ്പീറ്റ് ചെയ്യുന്ന ഓരോ സംഖ്യയ്ക്കും പകരം 9 എന്ന് അവിടെ എഴുതി വെക്കണം. എന്തെഴുതണം? ഡിനോമിനേറ്ററിൽ 9 എന്ന് എഴുതണം. റിപ്പീറ്റ് ചെയ്യുന്ന സംഖ്യകൾക്ക് പകരം എത്ര എണ്ണമുണ്ടോ അത്രയും. 5 നമ്പറുകൾ റിപ്പീറ്റ് ചെയ്താൽ 5 തവണ 9 എന്ന് എഴുതണം ഡിനോമിനേറ്ററിനകത്ത്. മനസ്സിലായോ? നോട്ട് റിപ്പീറ്റിംഗ് ആണെങ്കിലോ ഓരോ റിപ്പീറ്റ് ചെയ്യാത്തവന്മാർക്ക് പകരവും 0 എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്ററിനകത്ത് കൊടുക്കണം. റിപ്പീറ്റ് ചെയ്യാത്ത ഓരോ ആളുകൾക്ക് പകരം എന്ത് കൊടുക്കണം? 0 എന്ന് കൊടുക്കണം. ഡൗട്ട് ഇല്ലല്ലോ? ഈ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിലേക്ക് ഫീഡ് ചെയ്താൽ കാര്യങ്ങൾ എളുപ്പമാണ്. ഞാനിപ്പോൾ എഴുതുക 0.531 എന്നിട്ട് ഈ 1ന്റെ മുകളിൽ ഒരു വര ഇട്ട് വെച്ചു. വേണ്ട, 1ന്റെ മുകളിലാക്കണ്ട, എല്ലാത്തിൻ്റെയും മുകളിൽ ഒരു വര ഇട്ടു എന്നാക്കിക്കോ. 0.531. ഇതിനർത്ഥം എന്താ? ഇവിടെ 3 പേരുടെയും മുകളിലായിട്ട് ബാർന്ന് കിടക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം ആ 3 പേരും എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് 531 എന്ന് പറയുന്ന ആ സംഖ്യ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. 0.531 531 ഇനിയും 531 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു. ഇതാണ് ഈ ബാറിന്റെ അർത്ഥം. ഇനി ഇതേ സമയം ഞാൻ 0.732 എന്ന് എഴുതിയിട്ട് 32 മുകളിലാണ് വര വരച്ചിരിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് 0.7 അതേപോലെ അവിടെ ഉണ്ട്. ബാറ് ആരുടെ മുകളിലൊക്കെയാ ഉള്ളത്? 3ന്റെയും 2ന്റെയും. ഈ 3 2കളാണ് എന്ത് ചെയ്തു പോകുന്നത്? റിപ്പീറ്റ് ചെയ്തു പോകുന്നത്
എന്ന അർത്ഥം. മനസ്സിലായോ? ഇനി 0.819 എന്ന് പറയുന്നതിൽ 9 മുകളിൽ മാത്രമാണ് വരയുള്ളതെങ്കിലോ മക്കളെ അതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? 0 എന്താ പറഞ്ഞേ? 0 എങ്ങനെ വരും ഇവിടെ? 8 റിപ്പീറ്റ് ചെയ്യുന്നില്ല, അതിന് ശേഷമുള്ള ആളാരാ? 9. ഈ 9കളാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യം ആദ്യമേ മനസ്സിലാക്കുക. ഡൗട്ട് ഉണ്ടോ? ഈ ഒരു കാര്യം എന്ത് ചെയ്യുക? ആദ്യമേ മനസ്സിലാക്കുക. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഈ ഒരു കാര്യം മനസ്സിലായി. ഇനി വേണം ഇത് ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഫ്രാക്ഷനുകളാക്കാൻ പറ്റത്തുള്ളൂ. ശരിയല്ലേ? അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവന്മാരെ ഓരോരുത്തരെ ആയിട്ട് ഫ്രാക്ഷനുകളാക്കി കൺവേർട്ട് ചെയ്യാം. ദാ നോക്കിക്കോണേ മക്കളെ, എല്ലാ ആളുകളെയും റിപ്പീറ്റ് ചെയ്യുന്നെങ്കിൽ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? അതേ സംഖ്യ തന്നെ എഴുതാം. താഴെ എന്ത് ചെയ്യാം? ഡിനോമിനേറ്ററിനകത്ത് റിപ്പീറ്റ് ചെയ്യുന്ന സംഖ്യകൾക്ക് പകരം ഞാൻ എന്ത് കൊടുക്കാനാ പറഞ്ഞേ? 9 എന്ന് കൊടുക്കണം. ഇവിടെ 5 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 3 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 1 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. റിപ്പീറ്റ് ചെയ്യുന്ന ഓരോരുത്തർക്കും പകരം 9 അങ്ങ് കൊടുത്തേക്കുക. 3 പേരുണ്ടായത് കൊണ്ട് 3 9കളെ ഡിനോമിനേറ്ററിൽ എഴുതുന്നു. സോ വി ഗെറ്റ് എന്താ പറഞ്ഞേ? 531 ഡിവൈഡഡ് ബൈ 999. ശരിയാണോ? ഇനി ആക്ച്വലി ചിലപ്പോ ഓപ്ഷനിൽ ഇത് തന്നെ ആയിരിക്കും തരിക. ചിലപ്പോ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് വരുന്ന ആളെന്ന് പറയുന്നത് ഇവനെ വെട്ടിച്ചെറുതാക്കുന്ന ആ ഒരു ഫോർമാറ്റ് ആയിരിക്കും. എന്താ? നമുക്ക് ഇവനെ വെട്ടിച്ചെറുതാക്കി ഇനി ഇവനെ വെട്ടിച്ചെറുതാക്കാൻ പറ്റില്ല എന്നൊരു കണ്ടീഷൻ വരെയും കൊണ്ടുവരാം. അതിൽ തെറ്റില്ല. ശരിയല്ലേ? അതായത് ഈ മുകളിലും താഴെയും ഉള്ളതായ സംഖ്യകൾ ഒന്നുകിൽ ആരാകും? പ്രൈം ആകും. ഒന്നുകിൽ ആരാകും? പ്രൈം നമ്പർ ആകും. അല്ലെങ്കിൽ ആരാകും? കോപ്രൈം ആകും. അത്രയും നേരം വരെയും നമ്മൾ ഇവരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇങ്ങനെ വെട്ടിച്ചെറുതാക്കിക്കൊണ്ടിരിക്കും. പ്രൈം എന്ന് പറഞ്ഞാൽ എന്താ? മുകളിലും താഴെയും പ്രൈം നമ്പറാണ്. കോപ്രൈം എന്ന് പറഞ്ഞാൽ എന്താ? മുകളിലും താഴെയും ഉള്ള സംഖ്യകൾക്ക് കോമൺ ആയ ഫാക്ടറുകൾ 1 മാത്രമാണ് വരുന്നത്. അത്രയും നേരം വരെയും വെട്ടിച്ചെറുതാക്കണം. ഉദാഹരണം കാണിക്കാം. ഈ 531 എന്ന് പറയുന്നതിനെ ഡിവിസിബിലിറ്റി ഓഫ് 3 പ്രകാരം, അല്ലെ വേണ്ട 9 പ്രകാരം ആയിക്കോട്ടെ. 5 3 1 എന്ത് ചെയ്യണം? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണോ അല്ലയോ എന്നറിയാൻ കൂട്ടിയാൽ വരണം. എന്ത്? 9ന്റെ വരണം, അല്ലെങ്കിൽ 9 വരണം, അല്ലെങ്കിൽ 9ന്റെ മൾട്ടിപ്പിൾ വരണം. 5 3 8 1 9 വന്നല്ലോ. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. താഴെയുള്ള ആളിനെയും 9 കൊണ്ട് പറ്റുമല്ലോ. അപ്പൊ എന്ത് ചെയ്തേക്കാ? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 53 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 531നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? ആദ്യം 53 എടുക്കാം. 9 18 27 36 45 വരുന്നുണ്ട്. അപ്പൊ 9/5 45 ആണോ? എത്ര വരും? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരൂടാ? 9/5 45. 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരൂടാ? 9/5 45. ആ 45ന്റെ ബാക്കി എത്ര ഉണ്ട്? 8 ഉണ്ട്. 81 എന്ന് പറഞ്ഞാൽ എത്ര വരും? 9 ഗുണം 9 51. ഇനി എന്ത് ചെയ്യാം? ഇവനെ ഇനി ചെറുതാക്കിയാൽ എത്ര വരും? 1 1 1. കാര്യം എന്താ? 9 9 9 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 1 1 എന്ന് വരും. ഡൗട്ട് ഇല്ലല്ലോ. ഇനി ഇതിന് താഴേക്ക് പോകുമോ? ഇനി ഇവിടെ നിന്ന് തൊട്ട് താഴേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? നമുക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമായിട്ടൊന്ന് നോക്കിക്കോ. 9 5 14. ഈ പറയുന്ന 59 എന്ന് പറയുന്ന ആള് ഈ 111നെ നമുക്ക് വേണമെങ്കിൽ ചെറുതാക്കാൻ പറ്റുമോ? പറ്റും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കൂട്ടുമ്പോൾ 3 വരുന്നില്ലേ? മുകളിലും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂടാ. 9 5 14. 14 3ന്റെയോ 9ന്റെയോ ഒന്നും മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് അവനെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഈ 59ന്റെ പ്രത്യേകത നോക്കേ. ഈ 59 നമ്മളിപ്പോ പറയാ 9 വരണം. അങ്ങനെ വരുന്ന ഏതെങ്കിലും കണ്ടീഷൻ ഉണ്ടോ നോക്കേ. 17 19 വെച്ച് നോക്കുമ്പോൾ ഒന്നും വരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ 59 എന്ന് പറയുന്ന നമ്പർ ആരാ മക്കളെ? പ്രൈം നമ്പറാ. ഇവന്മാർക്കിടയിൽ ഇനി കോമൺ ആകുന്ന ഒരു ഫാക്ടർ എന്ന് പറയാൻ ഒരാളില്ല. ഓക്കെ, ഇവന്മാർക്കിടയിൽ കോമൺ ആകുന്ന ഒരു ഫാക്ടർ എന്ന് പറയാൻ ഒരാളില്ല എന്ന് വിചാരിക്കും. അതായത് മുകളിലും താഴെയും ഉള്ളത് പ്രൈം നമ്പർ ആകണം, അല്ലെങ്കിൽ മുകളിലും താഴെയുള്ളത് എന്താകണം? കോ പ്രൈം ആകണം. അങ്ങനെ കോ പ്രൈമുകളായാൽ ഇനി ഇവന്മാരെ വെട്ടിച്ചെറുതാക്കാൻ പറ്റൂല എന്ന അർത്ഥം. അങ്ങനെ വെട്ടിച്ചെറുതാക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഓപ്ഷനിൽ ഒരു പക്ഷേ ഇതിനെ ആയിരിക്കും ഈ പറയുന്നവന്റെ ഫ്രാക്ഷണൽ ഫോം ആയിട്ട് തന്നിട്ടുണ്ടാകുക. മനസ്സിലായോ? വെട്ടിച്ചെറുതാക്കാൻ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത കാര്യം നോക്കേ. 0.732. അതിൽ 32ന്റെ മുകളിലാണ് ബാറ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണമെന്ന് അറിയാവോ? ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധയോടുകൂടി കേൾക്കണേ. എന്താ പറയുക? ആദ്യം ന്യൂമറേറ്ററിൽ 732 തന്നെ എഴുതിക്കോ, ഒരു കുഴപ്പമില്ല. 732. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ഇങ്ങനെ 32 മൊത്തമായ സംഖ്യകളും റിപ്പീറ്റ് ചെയ്യുന്നില്ല, റിപ്പീറ്റ് ചെയ്യാത്തൊരു സംഖ്യ അവിടെ ഉണ്ടെങ്കിൽ
റിപ്പീറ്റ് ചെയ്യാത്തതായ സംഖ്യ ആരാണോ അവനെ കുറയ്ക്കണം ഈ 732 നിന്ന്. ഇനി എന്ത് ചെയ്യാം, താഴെ റിപ്പീറ്റ് ചെയ്യുന്ന നമ്പറുകൾക്ക് പകരം 9 കൊടുക്കാം, റിപ്പീറ്റ് ചെയ്യാത്തവന് 0 കൊടുക്കാം. 3ഉം 2ഉം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 2 സംഖ്യകൾ റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് 9 9. റിപ്പീറ്റ് ചെയ്യാത്ത ഒരു സംഖ്യ 7 ആണ്, അവന് പകരം ഒരു 0 കൊടുക്കുക. ഇനി പറ, 732 നിന്ന് 7 പോകുമ്പോൾ ആര് വരും? 725 ഡിവൈഡഡ് ബൈ 990. ഡൗട്ട് ഉണ്ടോ? 725 ഡിവൈഡഡ് ബൈ 990. ഓക്കെ ആണോ? അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായി. ഒരു പക്ഷേ ഇനി വെട്ടിച്ചെറുതാക്കുന്നത് നിങ്ങൾ ചെയ്തിട്ട് ഇതിന്റെ ആൻസർ താഴെ ഒന്ന് കമന്റ് 725 ഡിവൈഡഡ് ബൈ 990. ഇതിനെ വെട്ടിച്ചെറുതാക്കിയാൽ എന്ത് കിട്ടുമെന്ന് കമന്റ്. അടുത്ത ചോദ്യം നോക്കേടാ. അടുത്തതും ഇതേപോലെ തന്നെയാണ് നമ്മൾ പറയുന്നത്. ആരുടെ കാര്യമാണ്? 819. കണ്ടോ, 8 1 9. 9ന് മുകളിൽ മാത്രമാണ് ബാർ. ശരി, അപ്പൊ എന്ത് ചെയ്യണം? 819 അതേപോലെ എഴുതണം. റിപ്പീറ്റ് ചെയ്യാത്ത സംഖ്യ ഇവിടെ ആരാ? 81. റിപ്പീറ്റ് ചെയ്യാത്തവനെ കുറയ്ക്കണം. ഡിവൈഡഡ് ബൈ റിപ്പീറ്റ് ചെയ്യുന്ന 9 എന്ന് പറയുന്ന ഒരു സംഖ്യ മാത്രമേ അവിടെ ഉള്ളൂ. റിപ്പീറ്റ് ചെയ്യാത്ത 8ഉം ഉണ്ട് 1ഉം ഉണ്ട്. 2 പേർക്കും പകരം 0 കൊടുക്കുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ദാണ്ട നോക്കുക, 819 നിന്ന് എത്രയാ മാറണ്ടേ? 81 അല്ലേ മാറണ്ടേ? 81നെ മാറ്റ്. 9 നിന്ന് 1 പോയാൽ എത്ര വരും ഇവിടെ? 8. ഇവിടെ 11. ഇവിടെ 7 ആക്ക്. 11 നിന്ന് 8 പോയാൽ എത്ര വരും ഇവിടെ? 3. ഇവിടെ എത്രയായടാ? 738. അപ്പൊ ആൻസർ എങ്ങനെ വരും? 738 ഡിവൈഡഡ് ബൈ 900. എത്ര വരും ഇവിടെ? 738 ഡിവൈഡഡ് ബൈ 900. ഇതിനെയും വെട്ടിച്ചെറുതാക്കാം. എത്ര വരുമെന്ന് ഒന്ന് വെട്ടിച്ചെറുതാക്കിയിട്ടൊന്ന് എഴുതേ. എനിക്ക് മാത്രം പോരല്ലോ ജോലി, നിങ്ങൾക്കും ജോലി വേണ്ടേ? കാര്യങ്ങൾ കൃത്യമായി പഠിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് കൂടെ മനസ്സിലാവണ്ടേ? അതുകൊണ്ട് ഇവനെ ഒന്ന് കമന്റ് ചെയ്യും. കാര്യങ്ങൾ പിടികിട്ടിയോ? അപ്പോൾ റെക്കറിംഗ് ആയ ആളുകളെ ഫ്രാക്ഷൻ ആക്കാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞേ. ഡിനോമിനേറ്ററിനകത്ത് റിപ്പീറ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്നവർക്ക് പകരം 9, റിപ്പീറ്റ് ചെയ്യാത്തവന് പകരം എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടേ? റിപ്പീറ്റ് ചെയ്തു പോകുന്ന ആളിനെ കുറയ്ക്കണം. എവിടെ നിന്ന്? തന്നിരിക്കുന്ന സംഖ്യയിൽ നിന്ന് റിപ്പീറ്റ് ചെയ്യാത്തവനെ കുറയ്ക്കുക. തന്നിരിക്കുന്ന സംഖ്യയിൽ നിന്ന് റിപ്പീറ്റ് ചെയ്യാത്തവനെ കുറയ്ക്കുക. പരിപാടി മനസ്സിലായില്ലേ? അങ്ങനെയെങ്കിൽ ദാ ഈ ചോദ്യങ്ങൾ ഇനി ഒന്ന് ചെയ്തു നോക്കേ. 0.831. ഇതിന്റെ ആൻസർ അങ്ങനെ വരുവാടാ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നോടൊപ്പം കമന്റ് ചെയ്യും. താണ്ടേ 831 ഡിവൈഡഡ് ബൈ 3 സംഖ്യകളും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് 999. രണ്ടാമത്തെ ആളെ നോക്കേ. 831 തന്നെ, 1ന് മുകളിലാണ് വര കിടക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? 831 നിന്ന് ആരെ കുറയ്ക്കണം? റിപ്പീറ്റ് ചെയ്യാത്ത 83നെ കുറയ്ക്കണം. താഴെ റിപ്പീറ്റ് ചെയ്യുന്ന 1 മാത്രമേ ഉള്ളൂ. 83 എന്ന് പറയുന്നതിൽ 2 സംഖ്യകൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല, 8ഉം 3ഉം. അതുകൊണ്ട് 0 0 എന്ന് കൊടുത്തു. ഇവിടെ 83 കുറച്ചാൽ എത്ര വരും? 831 നിന്ന് 83 കുറച്ചാൽ എത്ര വരും? 11 നിന്ന് 3 പോയാൽ 8. 2 2 8 പോവോ? 2 8 പോവും. എത്ര? 12 8 പോട്ടെ 4. ഇനി ഇവിടെ എത്ര? 748. കണ്ടോടാ, 748 ഡിവൈഡഡ് ബൈ 900 എന്ന് ഉത്തരമായി. ഇവനെയും വെട്ടിച്ചെറുതാക്കാം. ഇവനെ വെട്ടിച്ചെറുതാക്കണമെങ്കിൽ ഡിവിസിബിലിറ്റി നോക്കുമ്പോൾ ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് അവസാനത്തെ 2 അക്കങ്ങളെ നോക്കുക. അവസാനിക്കുന്നതായ 2 അക്കങ്ങൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നവയാണെങ്കിൽ 0 0 വന്നാൽ ഓട്ടോമാറ്റിക്കലി 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അവസാനിക്കുന്നത് 48 748 എന്ന് പറയുമ്പോൾ അവിടെ എന്താ? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അവനെ 4 കൊണ്ട് വെട്ടിച്ചെറുതാക്ക്. അതിനുശേഷം അവനെ ചെറുതാക്കിയാൽ എവിടെ വരെ വരുമെന്ന് പറ. അവന്റെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞ് വെട്ടിച്ചെറുതാക്കുമ്പോൾ കിട്ടുന്നേ ആ ഒരു കാര്യം പഠിച്ചോ. നിങ്ങൾക്കൂടെ ജോലി കിടക്കട്ടാ. ഇപ്പോൾ വീഡിയോ പോസ് ചെയ്യും, എന്നിട്ട് അങ്ങോട്ട് എഴുതടാ. അടുത്തത് നോക്കുക. 831 അതിനകത്ത് 3 0.831 അതിന്റെ 3 1ന് മുകളിലാ വരാം. എന്ത് ചെയ്യും മക്കളെ? 831 മൈനസ് റിപ്പീറ്റ് ചെയ്യാത്തത് 8 ആണ്. ഡിവൈഡഡ് ബൈ റിപ്പീറ്റ് ചെയ്യുന്ന 2 സംഖ്യകളുണ്ട്. അപ്പൊ 2 99 പിന്നെ ഒരു 0 റിപ്പീറ്റ് ചെയ്യാത്ത 8ന് പകരം. ഇവനെ ഒന്ന് കുറച്ച് നോക്കേ. ആൻസർ എത്ര വരും ഇവിടെ? 8. എത്ര വരും ഇവിടെ? ഒന്ന് ആലോചിച്ച് നോക്കേ. 831 നിന്ന് 8 പോകണം. 11 നിന്ന് 8 പോയാൽ എത്ര വരും മക്കളെ? 3 വരും. 11 നിന്ന് 8 പോയാൽ എത്ര വരും? 3 വരും. ഇനി അവിടെ ആരാ ഉള്ളത്? 2 താഴോട്ട് ഇറക്കിക്കോ. 2 താഴോട്ട് ഇറക്കിക്കോ. ഇനി 8 താഴെ ഉണ്ട്, അവിടെ അങ്ങ് ഇറക്കിക്കോ. 823 ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ഇവൻ ചെറുതാണോ വലുതാണോ? ഇവനെയും വെട്ടിച്ചെറുതാക്കുക പറയാം. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ എന്തിന്റെ കൺവേർഷൻ? ഡെസിമൽസിൽ നിന്ന് ഫ്രാക്ഷൻസിലേക്കുള്ള കൺവേർഷൻ ഫോർ റെക്കറിംഗ് വാല്യൂസ്. റെക്കർ ചെയ്യുന്ന ആളുകൾക്ക് പകരം ഇങ്ങനെയാണ് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. ഈ ഒരു കാര്യം പഠിച്ചോ? ഈ ഒരു കാര്യം മനസ്സിലായോ? കൃത്യമായിട്ടും തലയിലേക്ക് പതിപ്പിച്ചോ? എന്നാൽ നമുക്ക് അടുത്ത കാര്യത്തിനകത്തേക്ക് കിടക്കാം. മക്കളെ, ചോദ്യങ്ങൾ ഇനി ശരിക്കും പറഞ്ഞാൽ ആ ചോദ്യങ്ങൾ ഉണ്ട്.
അത് കമ്പൈൻഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. ആ കമ്പൈൻഡ് ആയ രീതികളാണ് ഞാൻ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എന്താ മക്കളെ പറഞ്ഞേ? ദ ഫ്രാക്ഷൻ ഫ്രം ദി ലിസ്റ്റഡ് ബിലോ ദാറ്റ് വിൽ നോട്ട് ലീഡ് ടു എ റെക്കറിംഗ് ഡെസിമൽ. മക്കളെ, അപ്പൊ ചോദ്യത്തിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കി? ചോദ്യം ഉദ്ദേശിക്കുന്നത് എന്താകാൻ പാടില്ല എന്ന, നോട്ട് എ റെക്കറിംഗ് ഡെസിമൽ എന്ന, റെക്കർ ചെയ്യുന്നതായ ഒരു വാല്യൂ ആകാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതിനർത്ഥം എന്താ? റെക്കർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ടെർമിനേറ്റ് ആയി പോകുന്ന ആളുകൾ, ടെർമിനേറ്റിംഗ് ആയിട്ടുള്ള ആളുകൾ ആരാണെന്ന് കണ്ടുപിടിക്കാമോ എന്നാ ചോദിക്കുന്നത്. മനസ്സിലായി? ചോദ്യങ്ങളെയും നമ്മൾ വകതിരിഞ്ഞ് നോക്കണം. അതിനർത്ഥം എന്താ? റെക്കറിങ് ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചോദിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്തും ചോദിക്കുമെന്ന അർത്ഥം? ടെർമിനേറ്റിങ്ങും ചോദിക്കുക. ദാ നോക്കിക്കോടാ, ഇനി ഇവിടെ എന്ത് കാര്യങ്ങളാണ് നോക്കാനുള്ളത്? ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദാ താഴെയുള്ള ഫാക്ടർ ആരാന്ന് നോക്കേ? 56. എല്ലാവർക്കും ഒരുപോലെ 56 ഉണ്ട്. അപ്പൊ 56-നകത്ത് നിന്ന് റെക്കറിങ് ആണോ അല്ലയോ എന്നറിയാൻ 56-നെ എന്ത് ചെയ്യുക? 2 പേരുടെ ഗുണിതമായിട്ട് എഴുതുക. അതിൽ നമ്മൾ 1 തൊട്ട് 12 വരെ പഠിച്ച ആരെങ്കിലും ഒരാളെ അതിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമോ നോക്കുക. പറ്റി. ആരെയാ? 7-നെ കൊണ്ടുവരാൻ പറ്റി. 1/7 എന്ന് പറയുന്ന ആളാരാണ്? റെക്കറിംഗ് ആയിട്ടുള്ള ആളാണ്. 1/3 റെക്കറിംഗ്, 1/6 റെക്കറിംഗ്, 1/7 റെക്കറിംഗ്, 1/9-ഉം 1/11-ഉം 1/12-ഉം റെക്കറിംഗ്. ഇതിൽ ഏതെങ്കിലും ഒരുത്തനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ നോക്കുക. പറ്റും. 7 × 8 എന്ന് എഴുതാൻ പറ്റും 56-നെ. മുകളിൽ ഇനി ആരാ ഉള്ളത്? 8 ഉണ്ട്. ശരിയാണോ? ഇനി മനസ്സിലാക്കണം, എനിക്ക് എന്ത് ചെയ്യാം? ഈ 8-നെയും അതുപോലെ ഈ 8-നെയും എനിക്ക് വെട്ടാം. വെട്ടിയാൽ എൻ്റെ ആൻസർ എത്ര വരും? 1/7 എന്ന് വരും. എൻ്റെ കണക്ക് കൂട്ടലിൽ 1/7 ആരാണ്? റെക്കറിംഗ് ആണ് എന്ന് എനിക്കറിയാം. 1/7 ആരാണ്? റെക്കറിംഗ്. 0.14222587 അങ്ങനെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ഒരാളാണ്. അവൻ റെക്കറിംഗ് ആയ ഒരാളാ. ശരിയല്ലേ? ശരിയല്ലേ? അപ്പോൾ അങ്ങനെ റെക്കറിംഗ് ആയതുകൊണ്ട് ചോദ്യം നോട്ടല്ലേ. അപ്പൊ ഇവൻ വരുമോ? ഇല്ല. നീ അടുത്ത ആളെ പൊക്കട. അടുത്തതാരാ? 6/56. 6/56 എന്ന് പറയുന്നിടത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 6 ദാറ്റ് വിൽ നോട്ട് ബി എ റെക്കറിംഗ് എന്നല്ലേ ചോദിക്കുന്നത്. ഡിവൈഡഡ് ബൈ 7 × 8. ശരിയാണോ? ഇവിടെ 6 ഉണ്ട്, 8 ഉണ്ട്. എങ്ങനെയൊക്കെ വെട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ 2 കൊണ്ട് വെട്ടിയെന്നിരിക്കട്ടെ. 6-നെയും 8-നെയും 2 കൊണ്ട് വെട്ടിയെന്നിരിക്കട്ടെ. മുകളിൽ 3 ആവും, 2 കൊണ്ട് വെട്ടി ഇവിടെ 4 ആവും. ഇനി ഇതിനെ വെട്ടി ചെറുതാക്കാൻ പറ്റൂ? ഇല്ല. അവിടെ 1/7 എന്ന് പറയുന്ന ആള് സ്റ്റിൽ there is present in the numerator. ആണോ? അല്ല. ഡിനോമിനേറ്ററിലാവും പ്രസന്റ്. 1/7 അവിടെ ഉണ്ട്, സ്റ്റിൽ 7 അവിടെ ഉണ്ട് ഡിനോമിനേറ്ററിൽ. എങ്കിൽ ഇവൻ റെക്കറിംഗ് ആവും. ഓക്കെ. അപ്പൊ ചോദ്യത്തിന്റെ ഉത്തരം ശരിക്കും പറഞ്ഞാൽ ആരായിരിക്കും? ഇവനാണോ? അല്ല. നമുക്ക് നോക്കാം. കാരണം ശ്രദ്ധിച്ചോണേ, ഞാനിത് ഓരോന്നും പറഞ്ഞു തരുമ്പോൾ ശ്രദ്ധിച്ചോണേ. ഇനി അടുത്തതാരാ? ഇവിടെ 4/56 എന്ന് വരുന്നുണ്ട്. ഇവിടെ 4 എഴുതി, ബൈ ഇവിടെ എന്താന്ന് എഴുതി? 7 × 8 എന്ന് എഴുതി. ഓക്കെ ആണോ? ഇവിടെ 7 × 8 എന്ന് എഴുതി. അങ്ങനെ എഴുതുമ്പോൾ 4 ഇതും കൂടെ വെട്ടി ഇവിടെ 2 ആകും. അപ്പോഴും ഇവിടെ 1/7 എന്ന് പറയുന്ന ആൾ ഇവിടെ ഉണ്ട്. ഓക്കെ ആണോ? ഇനി എന്താ വേണ്ടേ? ഇവിടെ 1/7 എന്ന് പറയുന്ന ആൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവനും എന്താണ്? റെക്കറിംഗ് ആണ്. ഇനി ഇവിടേക്ക് വാ. 7 എന്ന് പറയുന്ന ആൾ ഇവിടെ ന്യൂമറേറ്ററിലുണ്ട്. 7 എന്ന് പറയുന്ന ആൾ ന്യൂമറേറ്ററിലുണ്ട്. 56-നെ എനിക്ക് എന്ത് ചെയ്യാം? 7 × 8 എന്ന് എഴുതാം. എനിക്ക് അവിടെ ആരെയൊക്കെ വെട്ടിക്കളയാം? ഈ പറയുന്ന 2 പേരെയും വെട്ടിക്കളയാം. ശരിയാണോ? ഒന്ന് ആലോചിച്ച് നോക്കേ. എനിക്ക് ആരെയൊക്കെ വെട്ടാന്നാ പറഞ്ഞേ? ഇവന്മാരെ 2 പേരെയും വെട്ടിക്കളയാം. ഒന്ന് ആലോചിച്ച് നോക്കേടാ. ഇവിടെ ഈ ഒരു ചോദ്യത്തിനകത്ത് നമുക്ക് 7 എന്ന് പറയുന്ന ആളിനെ എവിടെയൊക്കെ വെച്ച് കാണാൻ പറ്റുന്നുണ്ട്? ഇവിടെ വെട്ടിപ്പോകുന്നുണ്ടോ 7? ഇല്ല. ഇവിടെ 7 നിലനിൽക്കുന്നുണ്ട്. ഇവിടെ 7 നിലനിൽക്കുന്നുണ്ട്. ഇവിടെ 7 നിലനിൽക്കുന്നുണ്ട്. പക്ഷേ 7 ഇല്ലാതെ ഇവിടെ 1/8 എന്ന് പറയുന്ന ഒരു വിലയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ശരിയാണോ? അവിടെ എന്താ വരുന്നേ? 1/8 എന്ന് പറയുന്ന ഒരു വിലയാണ് വന്നിരിക്കുന്നത്. ശരിയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കേ. ഇവിടെ 7 എക്സിസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണോ അവിടെ എല്ലാം ആ റെക്കറിംഗ് സ്വഭാവം കാണിക്കും. എന്താ ഞാൻ പറഞ്ഞേ? ഡിനോമിനേറ്ററിൽ 7 എവിടെയൊക്കെ വരുന്നുണ്ട്? ഇവന്റെ ആൻസർ വെട്ടിച്ചെറുതാക്കുമ്പോൾ 1/7 എന്ന് വരുന്നുണ്ട്. എന്തായാലും ഇവനാണോ വരുന്നത്? അല്ല. ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ പറഞ്ഞു, ഞാൻ രണ്ടാമത് ഒന്നുകൂടെ പറയുക. ഇവിടെ 6 ഡിവൈഡഡ് ബൈ 7 ഗുണം 8 എന്നാ പറയുന്നത്. ഈ 7 എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് വെട്ടിപ്പോകുന്നുണ്ടോ അവിടെ? ഇല്ല. അപ്പൊ ഇവനും എന്താണ്? റെക്കറിംഗ്. ഇവൻ ആൻസർ ആയിട്ട് വരുമോ? ഇല്ല. ഇനി ഇവിടെ എന്താ
എന്താ പറഞ്ഞേ? 4 ഡിവൈഡഡ് ബൈ ഇവിടെ എത്ര വരുന്നത്? 7 ഗുണം 8 എന്നാ വരുന്നത്. 4ഉം 8ഉം വെട്ടാം. ഈ 7 എന്തെങ്കിലും കാരണം കൊണ്ട് വെട്ടിപ്പോവോ? ഇല്ല, 7 അവിടെ തുടരും ഡിനോമിനേറ്ററിൽ. അതുകൊണ്ട് ഇതാകും ആൻസർ? ഇല്ല. ഇനി ഇവനല്ലേ അന്നേരം ആൻസർ ആയിട്ട് വരണ്ടേ? 4 പേരിൽ 3ഉം വന്നില്ലെങ്കിൽ 4-മനായിരിക്കുമല്ലോ. ഇവനാണ് അന്നേരം. എങ്ങനെ വരുന്നേ? 7 ഡിവൈഡഡ് ബൈ 7 ഗുണം 8 എന്ന് എടുത്താൽ അവിടെ ആരൊക്കെ വെട്ടിപ്പോവും? ഈ 7ഉം വെട്ടിപ്പോകും. അവശേഷിക്കുന്നത് 1/8 എന്ന് തന്നെയാണ്. 1/8 എന്ന് പറയുന്നത് ആരാണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? 0.125. ഇതിന് ശേഷം അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്ത് പോവോ? ഇല്ല, അതൊരു ടെർമിനേറ്റിംഗ് ആയ ഫ്രാക്ഷൻ ആണ്. അതുകൊണ്ട് നമ്മുടെ വാല്യൂ ഇതാണ്. ഡൗട്ട് ഉണ്ടോ? ഇനി ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാം. 1/8 എന്ന് പറയുന്നത് എത്രയാ ഫ്രാക്ഷണൽ വാല്യൂ വരിക? 12 and 1/2% ആണോ? പെർസെൻറ്റേജ് വൈസിൽ എത്രയായിരിക്കും വരുന്നത്? 12 and 1/2% എന്ന് വരും. എത്ര വരൂടാ? പെർസെൻറ്റേജിൽ നമ്മൾ പറഞ്ഞാൽ 1/8 എന്ന് പറയുന്ന ഫ്രാക്ഷൻ 12 and 1/2% തുല്യമാണ്. ഡൗട്ട് ഉണ്ടോ? ഇത്രയും കാര്യങ്ങൾ ഡൗട്ടില്ല. അപ്പോൾ ചോദ്യം എന്താണെന്ന് മനസ്സിലാക്കണേ. ഇനി റെക്കറിംഗ് കൺവേർഷൻസിൽ നിന്ന് നമ്മൾ അടുത്തത് പോകാൻ പോകുന്നത് ഈക്വൽ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നതിനകത്തേക്കാണ്. എവിടേക്കാ പോകാൻ പോകുന്നത്? ഈക്വൽ ഫ്രാക്ഷൻസ്. അപ്പോൾ ഈ ചോദ്യം നോക്കേടാ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രാക്ഷൻ ഇസ് നോട്ട് ഈക്വൽ ടു 11/17? ഓക്കെ, അപ്പൊ എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. എന്താ? 11 ഡിവൈഡഡ് ബൈ 17. ഇവന്മാരുടെ ഡിഫറൻസ് വെച്ചൊരു ചെറിയ പരിപാടി ഉണ്ടല്ലോ. ഡിഫറൻസ് ആകുന്നതിന്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും മിക്കവാറും ഒക്കെ ഈ പറയുന്ന ഈക്വൽസ് എന്ന് പറയുന്നത്. മിക്കവാറും ഒക്കെ എന്നല്ല, അങ്ങനെ തന്നെയാണ്. പക്ഷെ കൂട്ടത്തിൽ 1-2 ആളുകൾ വന്ന് കയറി ഇരിക്കാം. അതൊരു പ്രശ്നകാരിയാകുന്ന സിറ്റുവേഷനാണ്. പക്ഷെ അതിനെയും തരംതിരിക്കാൻ വേറെ വഴികൾ വരും. നമുക്ക് തൽക്കാലം ഇവനെ നോക്കാം. മക്കളെ 33 ഉണ്ട്, 51 ഉണ്ട്. എത്രയാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്? 33, 51. 33, 10, 43, 10, 53. അതിൽ നിന്ന് 2 പോയാൽ 18 വരും. ശരിയാണോ? ഇനി ഇവിടെ ഇതിന്റെ ഡിഫറൻസ് എത്രയാണ് മക്കളെ? 272 മൈനസ് 176. 12 6 പോയാൽ 6 വരും. ഇനി ആരാ ഉള്ളത്? 6. 6 7 പോയാൽ എത്ര വരും? ഇവിടെ 6 7 പോകൂല. അപ്പൊ 1 കടമെടുക്കണം. അപ്പൊ 16 7 പോയാൽ എത്ര വരും? 9. ബാക്കി അവിടെ 1 ഉള്ളൂ, 0 വരും അന്നേരം. ശരി, അപ്പൊ 96 ഡിഫറൻസ്. ഇതിന്റെ ഡിഫറൻസ് എത്ര വരും മക്കളെ? 11 2 പോയാൽ എത്ര വരും? 9 വരും. ഇനി അവിടെ ആരാ ഉള്ളത്? ഇവിടെ 1 ആയി. 1 അപ്പൊ 11. 11 3 എത്ര വരും? 8 9 89. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എഴുതി തന്നെ കുറച്ച് നോക്കിയാൽ മതി. 221 മൈനസ് 132 എന്ന് തന്നെ എഴുതി നോക്കിക്കോ, കുഴപ്പമില്ല. ഇനി ഇതാ ഇവന്റെ കാര്യം നോക്കേടാ. 9 7 പോയാൽ എത്ര വരും മക്കളെ? 2. ഇനി ഇവിടെ ആരാ ഉള്ള? 11 7 പോണം. 7 4 11 42 വരും. ശരിയാണോ? ഇവിടെ ഈ 6 എന്ന് പറയുന്നവന്റെ മൾട്ടിപ്പിളുകളാകുന്ന ആളല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ആരാകില്ല? നോട്ട് ഈക്വൽ ടു 11/17 ആണോ? അവൻ ആരാകില്ല? 11/17 ഈക്വൽ ആകില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? മൾട്ടിപ്പിൾ ഓഫ് 6 ആണ്. മൾട്ടിപ്പിൾ ഓഫ് 6 ആണ്. ഇവൻ അല്ല. അതുകൊണ്ട് ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇവിടെ ഡിഫറൻസ് 18 ആണ്. 6ന്റെ മൾട്ടിപ്പിൾസ് വരുന്നില്ലല്ലോ. 6ന്റെ മൾട്ടിപ്പിൾസ് വരുന്നില്ലല്ലോ. സോ 132 ഡിവൈഡഡ് ബൈ 221 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 11/17 ആണ്. ഈ ഡിഫറൻസ് വെച്ചുള്ള സാധ്യതകൾ എല്ലാ ചോദ്യത്തിലും വർക്ക് ആകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ട്. ഈ സാധ്യത ആദ്യമേ തന്നെ പ്രയോജനപ്പെടുത്താമോ എന്ന് നോക്കിയാൽ സമയം നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാം? ലാഭിച്ചെടുക്കാം എന്നുള്ളതാണ് കാര്യം. ഓക്കെ ആണോ? ഇനി അടുത്ത ചോദ്യത്തിനകത്തേക്ക് പോകണം. അടുത്തതെന്ന് പറയുന്നത് റെഡ്യൂസിബിൾ ഫ്രാക്ഷനുകൾ. അതായത് ഇനിയും വെട്ടിച്ചെറുതാക്കാൻ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ, അങ്ങനെയുള്ളതായ ഫ്രാക്ഷനുകൾ ഇവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞു, റെഡ്യൂസ് ചെയ്യണമെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒന്നുകിൽ പ്രൈം ആയിരിക്കണം, അല്ലെങ്കിൽ അവർ രണ്ടുപേരും ആരായിരിക്കണം? കോ പ്രൈമുകളായിരിക്കണം. ഇതാണ് കണ്ടീഷൻ. ശരിയാണോ? ഇവിടെ നമുക്ക് ആദ്യമേ തന്നെ പ്രൈം ആകുന്ന ആളുകൾ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. 91 പ്രൈം അല്ല, 79 പ്രൈം ആണ് മക്കളെ. ഇവൻ പ്രൈമാ. ഓക്കെ, മാർക്ക് ചെയ്തു. 41 എന്ന് പറയുന്നത് പ്രൈമാ. ഓക്കെ ആണോ? 105 എന്ന് പറയുന്നത് പ്രൈം അല്ല. കാരണം എന്താ? സം ഓഫ് ഡിജിറ്റ്സ് നോക്കാം. 5 1 6 കൂട്ടുമ്പോൾ 6 വരുന്നു. 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് 105 എന്തായാലും വരും. മനസ്സിലായോ? അപ്പൊ ഇവന്മാരെ രണ്ടുപേരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? അതിനകത്ത് നിന്ന് എലിമിനേറ്റ് ചെയ്യാൻ പറ്റി. പ്രൈം ആണോ എന്നത് നോക്കി വെച്ചിട്ട്. ഇനി നമുക്ക് വേണ്ടത് കോപ്രൈമുകളാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കേ. 91 95 ഇവന്മാർക്കിടയിൽ കോമൺ ആകുന്നതായ സിറ്റുവേഷൻ പ്രകാരം എന്തെങ്കിലും ഒന്ന് വരുന്നുണ്ടോ എന്ന് നോക്കേ. 9 1 10, 9 5 14. സം ഓഫ് ഡിജിറ്റ്സ് എടുത്തിട്ട് കാര്യമില്ല. 9ന്റെയോ 3യുടെയോ അല്ല. ഇനി മുകളിലും താഴെയുള്ളത് ഈവൻ നമ്പറുകളല്ല. അതുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കേ. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കേ. 13 ഗുണം 7
വരും. 13 ഗുണം 7, 7 3 21ന്റെ 1 വരും. ഇനി എന്ത് വരും? 7 2 9, 91 വരുന്നുണ്ട്. മുകളിലുള്ളവനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ താഴെയുള്ളവനെയും പറ്റണം. പക്ഷെ പറ്റുമോ? ഇല്ല. 91 കഴിഞ്ഞാൽ 7ന്റെ മൾട്ടിപ്പിൾ 98നകത്തേ പോകും. അതായത് മുകളിലുള്ളവന്മാരെല്ലാവരും എന്താ ഈ 1/7 കൊണ്ട് നിർത്തണം എന്നില്ല ഞാൻ പറഞ്ഞത്. മുമ്പോട്ട് പോകാം, നമുക്ക് എവിടെ വരെ തോന്നുന്നു അവിടെ വരെ പോയി കൺഫേം ചെയ്യാം, കുഴപ്പമില്ല. പക്ഷേ കാണുമ്പോൾ തന്നെ അറിയാം ഇത് എന്തല്ല, ഇത് എന്തല്ല, റെഡ്യൂസിബിൾ അല്ല. ഇവന്മാര് കോപ്രൈമുകളായ 2 പേരാ. ഓക്കെ ആണോ? എങ്കിൽ ഇവനാണ് ഇവിടുത്തെ ആള്. ഓക്കെ, കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ 7 കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നെങ്കിൽ 11 അങ്ങനെ പോകുന്നത്. 11ന്റെ അതിനകത്ത് മുകളിൽ 99 വരത്തുള്ളൂ, 91 ഇല്ല. പിന്നെ 12 അങ്ങനെ കയറി പോകണം. ഇവിടെ തൽക്കാലം അതിന്റെ ആവശ്യമില്ല. 12 എടുക്കൂ, ഇല്ല. മുകളിലും താഴെയും ഓടാം. 12ന്റെ ഒക്കെ മൾട്ടിപ്പിൾസ് എല്ലാം 12, 24, 36 എല്ലാം ഈവൻ നമ്പറുകളാണ്. 13ന്റെ അതിനകത്ത് വരാൻ സാധ്യത ഉണ്ടാവും. കാര്യം 13 ഗുണം 7 91 വരുന്നുണ്ട്. ഇവിടെ 95 13നകത്ത് വരുന്നുണ്ടോ? ഇല്ല, കോപ്രൈമാണ്. ഇത് ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവനെ എടുത്തു. ഞാൻ ഇവന്റെ ഡിവിസിബിലിറ്റി നോക്കുമ്പോൾ 105 ദാണ്ടേ എഴുതി. ഇത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂടാ. ഇവനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂടാ. എങ്ങനെയാ കൺഫേം ചെയ്യുന്നത്? 105 എന്ന് പറയുന്ന ആളിനെ 2 മാറ്റുക. എങ്ങനെ? അവസാനത്തെ ഒരു ഡിജിറ്റ് മാത്രമായിട്ട് എടുത്ത് ബാക്കിയുള്ള ഡിജിറ്റിനെ ഇപ്പുറത്ത് എഴുതി. എന്നിട്ട് ആ അവസാനിക്കുന്ന ഡിജിറ്റില്ലേ അവനെ 2 കൊണ്ട് ഗുണിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ തങ്ങളി ഇങ്ങ് കുറയ്ക്കണം. ഇപ്പം എന്ത് വന്നു? 10 - 10. ആൻസർ 0 വരുന്നതെങ്കിൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 0 അല്ല വരുന്നതെങ്കിൽ, 0ന് പകരം 7 അല്ലെങ്കിൽ 7ന്റെ ഗുണിതങ്ങളാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 7ന്റെ ഗുണിതങ്ങളും അല്ല 0 അല്ല എന്നാണെങ്കിൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കാരണം കൊണ്ട് നമ്മൾ ഇപ്പൊ ഈ ചെയ്തതായ നമ്മളെ ആ രീതി കൊണ്ട് 105 എന്നതിനെ 10 എന്ന് എഴുതി. എന്നിട്ട് ഈ 5 എന്ന് പറയുന്ന ആളിനെ 2 കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന 10ഉം ഈ കിടക്കുന്ന 10ഉമായിട്ട് കുറയ്ക്കുമ്പോൾ 0 വരുമെന്ന് പറയുന്നതിന്റെ അർത്ഥം ഇവനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ ആണോ? ഇതേ 7 കൊണ്ട് താഴെ കിടക്കുന്നവനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 105ന്റെ കൂടെ 7 കൂട്ടുമ്പോൾ വരുന്നത് 112 അല്ലേ? ഉറപ്പിച്ചോ? അപ്പൊ ഇവനെ 7 കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ ഇവനാണ് ആരെന്ന് പറയുന്നത്? റെഡ്യൂസിബിൾ എന്ന് പറയുന്നത്. അപ്പൊ സിംപ്ലി ഞാൻ പറഞ്ഞത് പ്രൈമും കോപ്രൈമും ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, പ്രൈം ആണോ കോപ്രൈം ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഇതാണെങ്കിൽ ഓക്കെ, പ്രൈം നമ്പറുകൾ ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്ത് വെച്ചേക്കണം. പിന്നെ കാണുമ്പോൾ അറിയാം ഈ താഴെ കിടക്കുന്നതിന്റെ ഗുണിതമായിരിക്കണം മേളിൽ വരുന്നത്. ആണോ? മുകളിലോ താഴെ എവിടെയാണ് പ്രൈം ഉള്ളതെന്ന് ലൊക്കേറ്റ് ചെയ്യുക. ഈ ഒന്നുകിൽ ഇതിന്റെ ഗുണിതമായിരിക്കണം ഇവൻ, അല്ലെങ്കിൽ ഇതിനേക്കാൾ ഞാൻ പറഞ്ഞ മനസ്സിലായി ഇവന്റെ ഗുണിതമായിരിക്കണം താഴെയുള്ള ആൾ, ഇവന്റെ ഗുണിതമായിരിക്കണം താഴെയുള്ള ആൾ. അങ്ങനെ വരുന്നില്ലല്ലോ കണ്ടീഷൻ. പിന്നെ നോക്കാൻ നിൽക്കണ്ട, അപ്പോഴേ വെട്ടി മാറ്റിയേക്കുക, എലിമിനേറ്റ് ചെയ്തേക്കുക. പിന്നെ വരുന്ന 2 പേരിൽ ആരാണ് കോപ്രൈം അല്ലെ പ്രൈമുകളായിട്ട് വരുന്ന കണ്ടീഷൻ ആർക്കാ ഉള്ളതെന്ന് ചെക്ക് ചെയ്താൽ മതി. അതിൽ നമുക്ക് നമ്മുടെ ഡിവിസിബിലിറ്റി റൂള് അത് എവിടെ വരെ പഠിക്കണമെന്നറിയാം. ഡിവിസിബിലിറ്റി എന്ന് പറയുന്നത് മിനിമം 11 വരെ അപ് ടു 11 വരെ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ ആണോ? ഇനി നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ആ ഡൗട്ടോടെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. പ്രൈം നമ്പേഴ്സ് ആരൊക്കെയാണ്? പ്രൈം നമ്പേഴ്സ് ആരൊക്കെയാണ് മക്കളെ? 50 വരെ 15 പ്രൈം നമ്പറുകളേ ഉള്ളൂ. 100-നകത്ത് നിൽക്കുന്ന 25 പ്രൈം നമ്പർ ഉണ്ട്. ആരൊക്കെയാന്ന് നോക്കിക്കോ. 2, 3, 5, 7 കഴിഞ്ഞു. ഇനി 2 ഡിജിറ്റിനകത്തേക്ക് വാ. അത് കഴിഞ്ഞ് വരുന്ന ആളുകൾ ആരൊക്കെയാ? 11, അടുത്ത ആര് വരും? 13, 17. ഡൗട്ട് ഉണ്ടോ? 17. ഇനി ആരാ വരുന്നേ? അത് കഴിഞ്ഞ് 19 വരും. ഡൗട്ട് ഉണ്ടോ? ഇനി അങ്ങോട്ട് ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് പോയാൽ മതി. എങ്ങനെയാ? 3, 9. ഇനി 1, 7. അത് കഴിഞ്ഞ് 1, 3, 7. അത് കഴിഞ്ഞ് പിന്നെയും പാറ്റേൺ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം കാണിച്ചു തരാം എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കി തരാം. ഇവിടെ ഇത് കഴിഞ്ഞാൽ വരുന്ന അടുത്ത നമ്പർ 23 അത് കഴിഞ്ഞ് വരുന്നത് 29. അതിലെ 3 9 ശ്രദ്ധിച്ചോണേ. അത് കഴിഞ്ഞ് വരുന്നത് 31 ആരും വരൂടാ? 37 വരും. അപ്പോൾ 1 1 7 കണ്ടോ? ആ പാറ്റേൺ ശ്രദ്ധിച്ചോ? ഇനി എന്ത് ചെയ്യണം? ഇനി വരുന്നത് 3 ഡിജിറ്റുകൾ വരും. അതെങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ 41, 43, 47. കണ്ടോ? 2 ഇത് നോക്കെ 23, 29, 31, 37, 41, 43, 47. ഓക്കെ ആണോ? 3 9 1 7 കണ്ടോ? 1 3 7. ഇനി ഈ അവസാനിക്കുന്ന ആ ഫൈനൽ ഡിജിറ്റിൽ യൂണിറ്റ് പ്ലേസുകൾ റിപ്പീറ്റ് ചെയ്യണം. യൂണിറ്റ് പ്ലേസുകൾ റിപ്പീറ്റ് 3 9. അങ്ങനെയാണെങ്കിൽ അടുത്ത നമ്പർ ആരായിരിക്കും എന്നറിയോ? 3 9. ഇപ്പൊ 47 ആയില്ലേ? 3 9 53 59 വരും. ഇനി
കണ്ടോ? ഇനി 17 എന്ന് പറയുമ്പോൾ ആര് വരും? 61ഉം 67ഉം വരും. ഇനി എന്താ റിപ്പീറ്റ് ചെയ്യേണ്ട? 137 അല്ലെ? 137ന് പകരം 139 എന്ന് പറ. അപ്പൊ ആര് വരും? 71, 73. ഇവിടെ 7ന് പകരം 9 ഇട്ട് പറയണം. 79. ഇനി എന്ത് ചെയ്യണം? 3, 9 റിപ്പീറ്റ് ചെയ്യും. 83, 89. 100 എന്ന് പറയുന്നതിന് താഴെ 90ന് മുകളിൽ ഒരേ ഒരാളെ ഉള്ളൂ, 97. കണ്ടോ? ഇത്രയും പ്രൈം നമ്പർ 25 പേരുണ്ട്. 4, 8, 10, 12, 15, 17, 19, 22, 25. കണ്ടോ? അപ്പൊ ഈ പാറ്റേൺ നോക്കണം. 3, 9, 1, 7. കണ്ടോ? ഇത് തന്നെ 1, 3, 7. ഇനി എന്ത് വരും? 53, 59, 1, 7. കണ്ടോ? 1, 3, 9, 8, 3, 9, 7. കണ്ടോ? അപ്പൊ ഏതൊക്കെയാ പ്രൈം? 2, 3, 5, 7, 11, 13, 17, 19, 23, 29, 31, 37, 41, 41, 47, 53, 59, 61, 67, 71, 71, 79, 83, 89, 97. ഓക്കെ ആണോ? ഈ ഒരു കാര്യം കൂടെ ഒന്ന് പഠിച്ചു വെച്ചു. അപ്പൊ ഈ കൂട്ടത്തിൽ ആരെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നോക്കിക്കോ, ഞാൻ പറഞ്ഞത് എങ്ങനെ? 79 ദാ അടക്കുന്ന പ്രൈമ. കണ്ടോ? ഇനി ഇവിടെ 41 ദാ അടക്കുന്ന പ്രൈമ. കണ്ടോടാ? ഇനി ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ? 95 ഒന്നുമില്ല, ബാക്കിയെല്ലാം സെറ്റാ. ഈ 2 ക്യാൻസലേഷൻസ് ഇവനെ ഞാൻ പരിഗണിക്കട്ടെ, എലിമിനേറ്റ് ചെയ്തില്ല. അതിന്റെ കാരണം എന്താ? ഇതങ്ങ് കാണാതെ പഠിച്ചു വെച്ചേരെ. ഓക്കെ ആണോ? ശരി, ഒരു 3-4 വട്ടം എഴുതി പഠിച്ചാൽ തീരാവുന്നേ ഉള്ളൂ. അടുത്ത ചോദ്യം നോക്കേടാ. ടെർമിനേറ്റിംഗ് ഡെസിമൽ, അതായത് ടെർമിനേറ്റ് ചെയ്യണം, തന്നിരിക്കുന്നതിൽ ടെർമിനേറ്റ് ആകുന്ന ആളെ വേണം എനിക്ക് കിട്ടാൻ. അപ്പൊ ടെർമിനേറ്റ് ആകാത്ത ആളുകൾ 1/3, 1/6, 1/7, 1/9, 1/11, 1/12. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഇത്രയും കാര്യങ്ങളുണ്ട്. ഇത്രയും ആളുകളെ ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയാൽ അവൻ നോൺ ടെർമിനേറ്റിംഗ്, റെക്കറിങ് അവനല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ടെർമിനേറ്റിംഗ് ആയ ആളെ വേണം. ഇവനെ എനിക്ക് മുകളിലും താഴെ 3 കൊണ്ട് വെട്ടിയാൽ എന്തോ വരൂടാ? 1/12. ഈ പറയുന്നവൻ റിപ്പീറ്റ് ചെയ്യുമോ? റിപ്പീറ്റ് ചെയ്യോ? ഉറപ്പായിട്ടും റിപ്പീറ്റ് ചെയ്യും. ടെർമിനേറ്റിംഗ് ആയ ആളെ വേണ്ടേ. അപ്പൊ ഇവനാണോ ആൻസർ? അല്ല. ഇനി മുകളിലും താഴെയും 9 കൊണ്ട് വെട്ടെ. 9 × 4 ആണ് 36. അപ്പൊ വെട്ടിയാലും ആൻസർ 1/4 എന്ന് വരും. ഇവൻ റിപ്പീറ്റ് ചെയ്യോ? ഇല്ല. അപ്പൊ ഇവന്റെ ആൻസർ എന്താ വരുന്നത്? 0.25. ഇവൻ റിപ്പീറ്റ് ചെയ്യാത്ത ആളാ. അപ്പൊ ചോദ്യത്തിന് ആൻസർ ഇതാ. എന്നാലും ഒന്ന് കൺഫേം ചെയ്തോ. 12 കൊണ്ട് മുകളിലും താഴെയും വെട്ടെ. കണ്ടോ? 1/3 എന്നാ വരുന്നത്. കണ്ടോ? ഇവൻ ടെർമിനേറ്റിംഗ് ആണോ? അല്ല, ഇവൻ റെക്കറിംഗ് ആണ്. 6 കൊണ്ട് വെട്ടെ. ആൻസർ എത്ര വരും? 1/6. കണ്ടോ? മുകളിലും താഴെ 6 കൊണ്ട് വിട്ട്. 1/6 റെക്കറിംഗ് ആണോ? അതെ, 1/6 റെക്കറിംഗ്. അപ്പൊ ചോദ്യത്തിന്റെ ഉത്തരം എത്ര? 9/36. കണ്ടോ? ഞാൻ ആ ആദ്യത്തെ വാല്യൂ കാണാതെ പഠിക്കാൻ പറഞ്ഞത് കൊണ്ടുണ്ടായ ഗുണം സെക്കൻഡുകൾ കൊണ്ട് ഈ ചോദ്യം ചെയ്യാൻ പറ്റി എന്നതാ. മനസ്സിലായോ?